രേവതി ടീച്ചറെ ഉണ്ട് ഉണ്ട്. നമുക്ക് തുടങ്ങാം. തുടങ്ങാം. നിങ്ങൾ ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നതാണോ ടീച്ചറെ? 200 പേർക്ക് മുകളിൽ എന്തായാലും കയറും. നമ്മൾ സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ മലയാളത്തിന്റെ കലാശക്കൊട്ട് ആരംഭിക്കുകയാണ്. ഇന്ന് നാളെയാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. അപ്പോ ടീച്ചർ എല്ലാം റെഡിയാക്കി വന്നേക്കാണ്. ടീച്ചറോട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ടീച്ചർ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭയായ മലയാള അധ്യാപികയാണ്. ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്ലാസ് നയിക്കാൻ ടീച്ചറിനെയും സ്വാഗതം ചെയ്തു. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വിദ്യാവിധിയുടെ മലയാളം ക്ലാസ്സിലേക്ക് ആദ്യം തന്നെ ഒരു സ്വാഗതം പറയാണ്. അപ്പൊ നിങ്ങളിൽ ഒരുപാട് പേര് നമ്മുടെ വിദ്യാവിധിയിലെ തന്നെ സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ പുതുതായിട്ട് ഈ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഈ കുറച്ച് ദിവസം കൊണ്ട്, വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മാക്സിമം പഠിച്ച് എങ്ങനെയെങ്കിലും കേട്ടിട്ട് കിട്ടണം എന്നുള്ള ഒരു ആവശ്യത്തില് ജോയിൻ ചെയ്ത ഒരുപാട് പേര് ഇതിനകത്തുണ്ട് അല്ലെ. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ അവസാന നിമിഷത്തിലേക്ക് ഇതുവരെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ പഠനമല്ല, മറിച്ച് ഇനിയുള്ള നമ്മുടെ പഠനങ്ങളാണ് നമുക്ക് ഇത്തവണത്തെ കേട്ടിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പോ നിങ്ങൾ ഒട്ടും ആത്മവിശ്വാസം കളയാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. എങ്കിൽ നമുക്ക് സമയം അധികം വൈകിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോ ഇപ്പൊ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട്. ഇപ്പൊ ഇംഗ്ലീഷ് കഴിഞ്ഞു, ഇനിയിപ്പൊ സൈക്കോളജി നേരത്തെ കഴിഞ്ഞു, ഇപ്പൊ അടുത്തത് മലയാളമാണ് അല്ലെ. അപ്പൊ മലയാളത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് 101% പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, പലപ്പോഴും ഈ 80 മാർക്ക് അല്ലെങ്കിൽ കാറ്റഗറി OBC-കാർക്കാണെങ്കിൽ 82 മാർക്ക്, ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ 90 മാർക്ക്, ഇതിനകത്ത് 30-ൽ ഒരു 28 മാർക്ക്, ഒരു 27 മാർക്ക് എല്ലാവർക്കും നേടാൻ പറ്റുന്നതേ ഉള്ളൂ. അതില് ഞാൻ കുറച്ചിട്ടുള്ള 3 മാർക്ക്, ഒന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന പദശുദ്ധി, അതുപോലെ വിപരീതം, പര്യായം. ഈ 3 ടോപ്പിക്ക് മാത്രം നമുക്ക് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ കുറവുണ്ടാവും. ബാക്കി എല്ലാ ഭാഗത്തു നിന്നും മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. മലയാളം ടീച്ചർ ആയതുകൊണ്ട് പറയുന്നതല്ല, നിങ്ങൾക്ക് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ മലയാളത്തിൽ ഒന്നും അറിയാത്ത നിലവാരത്തിൽ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഒന്നും അറിയില്ല എനിക്ക് മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ ആരെങ്കിലും ഈ ക്ലാസ്സിനകത്ത് ഇരിപ്പുണ്ടോ? ഉണ്ട്. മലയാളം എങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഈ 2 ദിവസം കഴിയുമ്പോ ഇല്ല, മലയാളം നമുക്ക് അത്യാവശ്യം എളുപ്പമുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഈ 2 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉണ്ട്. ഓക്കെ, അപ്പൊ കുറെ പേരുണ്ട്, കുറെ പേരില്ല, കുറെ പേരൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പൊ ഈ 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിനകത്ത് എളുപ്പമാണ് അല്ല പിന്നെ. അപ്പൊ ഈ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവര് നേരെ എനിക്ക് എന്ത് ചെയ്യണം? തിരിച്ചു പറയണം, മലയാളം ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിലേക്ക് എത്തണം. അപ്പൊ എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം മലയാളമാണ്. ഒരുപാട് PDF വാരി വലിച്ച് ഞാൻ PDF-ലായിട്ടോ അല്ലെങ്കിൽ നോട്ടായിട്ടോ പറയില്ല. ക്ലാസ്സില് ഞാൻ പറയുന്ന കാര്യം ഞാൻ ഉറപ്പായിട്ട് റിപ്പീറ്റ് ചെയ്യും. ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആദ്യം കേട്ട് അതിനെ മനസ്സിലാക്കി ഷോർട്ട് നോട്ട് തയ്യാറാക്കി വെച്ച് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാറിനോട് മെസ്സേജ് അയക്കാം. അനാവശ്യമായിട്ട് മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ലാസ്സിന്റെ പുറത്തായിരിക്കും. പിന്നെ അവരെ ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കില്ല. കാരണം 200ഓളം ആൾക്കാർ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മൈക്ക് ഓൺ ചെയ്യണം, പക്ഷെ അത് ആവശ്യത്തിന് മാത്രം അത് ഓഫാണ് എന്നും ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്ത് തന്നെ പോണം. എന്ന് വെച്ചിട്ട് അതൊന്നുകൂടി പറയോ, ഒരു നോട്ട് പരുവത്തില് ഞാനത് പറയില്ല. പറയുന്ന കാര്യം ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പഠിച്ച് ഇപ്പൊ സെറ്റ് ചെയ്ത് പോണം. ഇപ്പൊ നമ്മൾ ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിലാദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറെ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്.
അപ്പൊ അതിൽ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. നമുക്കറിയാം എത്ര മാർക്കിന്റെ എക്സാം ആണ്? 30 മാർക്കാണ് അല്ലെ? ഈ 30 മാർക്ക് ഏതെല്ലാം തരത്തിലാണ് തിരിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. 30 മാർക്കിന്റെ 10 മാർക്ക് ഗദ്യം പദ്യം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് ഞാൻ ആദ്യം തന്നെ നമ്മുടെ വിദ്യാവിധിയിൽ ജോയിൻ ചെയ്ത ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിസ്സേ മൈക്ക് മ്യൂട്ടാണേ. മ്യൂട്ടാണോ? രേവതി കേൾക്കുന്നില്ല രേവതി? ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ആ ഓക്കെ. അപ്പൊ അതിൽ ആദ്യത്തെ 30 മാർക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അല്ലെ? അപ്പൊ വിദ്യാവിധിയിലെ കുട്ടികളോട് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിലെ ഗദ്യം പദ്യം നിങ്ങൾ വായിച്ചു നോക്ക്. പുറത്തു നിന്ന് എന്തെങ്കിലും ചോദ്യം അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അവരതിന് എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഗദ്യവും പദ്യവും അത്ര വിശദമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ? അത്രയും വലിയൊരു പാരഗ്രാഫോ അത്രയും വലിയൊരു ആൻസർ ഒന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ ഗദ്യവും പദ്യത്തിൽ നിന്നും പ്രത്യേകിച്ച് LP UP ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോ കേട്ടൊരു 1നും 2നും ഒക്കെ വരുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരും. ആരെ കുറിച്ച് പറഞ്ഞു, എന്തിനോട് ചേർത്ത് വെച്ചു, ഇതെങ്ങനെ പിരിച്ചെഴുതാം, ഇതിന്റെ അർത്ഥമായി കവി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്, ഈ ഒരു രീതിയിലെ ചോദ്യം വരും. നിങ്ങൾ നല്ല സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഗദ്യം പദ്യം. നിങ്ങൾ നോക്കിയേ, 10 മാർക്കാണ്. നമുക്ക് ഏറ്റവും, ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ടീച്ചർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എന്താ? നല്ല ശ്രദ്ധയാണ് അല്ലെ? ക്ഷമ വേണം, ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം. അപ്പോ ഈ സൂക്ഷ്മതയുണ്ടോ ടീച്ചർക്ക്, ക്ഷമയുണ്ടോ ടീച്ചർക്ക്, കാര്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ആദ്യം വരുന്ന 10 മാർക്ക്. അപ്പൊ ഗദ്യം വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, എത്ര സിമ്പിളാന്ന് പറഞ്ഞാലും എത്ര എളുപ്പമാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഗദ്യം വായിക്കുമ്പോൾ ആ പാരഗ്രാഫ് ഒരു തവണ നിങ്ങൾ വായിച്ചോ. ഇതില് മലയാളം ബുദ്ധിമുട്ടുള്ള കുറെ പേരുണ്ട് അല്ലെ? ഒരു തവണ നിങ്ങൾ ആ പാരഗ്രാഫ് വായിക്കുക. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ? വേണ്ട, മനസ്സിലാവണ്ട, പോട്ടെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു തവണ പാരഗ്രാഫ് വായിച്ചോ വായിച്ചില്ല എന്ന പോലെ ഫുള്ള് വായിച്ചു വിടാം. എന്നിട്ട് നമ്മുടെ ചോദ്യം എവിടെയാണോ, ആ വരി പാരഗ്രാഫിൽ എവിടെയാണോ അവിടെ ഒരു അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കാം. കവി ആരെ എന്തിനോട് ചേർത്ത് വെച്ചു, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്തിനെയാണ് ഇവിടെ പറയുന്നത്, കഥാകൃത്തിന്റെ മൂല്യമല്ലാത്തത് ഏത്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ നേരെന്ന് നിൽക്കുന്നുണ്ടാവും, നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഗദ്യത്തിന്റെ ഭാഗത്ത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒരു ചോദ്യം പോലും ഇന്ന് വരെ ആ പാരഗ്രാഫിന്റെ പുറത്ത് പോയിട്ടില്ല. ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞതുപോലെ PYQ വായിച്ച് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ്, ഗദ്യത്തിന്റെ ഒരു ചോദ്യമെങ്കിലും പുറത്തുനിന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞ പോലെ വായിച്ച ആൾക്കാർ പറയും, പുറത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ ഗദ്യത്തിന്? ഇല്ല മിസ്സേ. എല്ലാം ഗദ്യത്തിൽ നിന്ന്. ഓക്കെ. അപ്പൊ ഗദ്യത്തിന്റെ പുറത്ത് നിന്ന് ഒരൊറ്റ ചോദ്യം പോലും വന്നിട്ടില്ല. നിങ്ങളെ ഒരു രീതി പോലും തടസ്സപ്പെടുത്തില്ല. ഇവിടെ മൂല്യമല്ലാത്തത് എന്ത്, എന്തിനെയായിരിക്കാം എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത്, ഇതെന്താ, എല്ലാം പാരഗ്രാഫ്. അപ്പോ എത്ര അറിവുള്ളവനാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഒരു തവണ വായിക്കാം. വായിച്ചതിന് ശേഷം ആ പാരഗ്രാഫിന്റെ അടിയിൽ അടിവരയിട്ട് വെക്കാം. ഇതാണ് ഗദ്യത്തിന്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത്. രണ്ടാമത്തത് പദ്യം. പദ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് 3-4 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട് അല്ലെ? അതിൽ ഒന്നാമത്തത് പദ്യത്തിന്റെ ഭാഗത്ത് നിന്ന് 5 ചോദ്യം. പദ്യഭാഗം വായിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ 5 മാർക്ക് ഉണ്ടല്ലോ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ സ്ക്രീൻ ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ, അവിടെ എത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു മോഡലിൽ തന്നെ ഞാൻ പറഞ്ഞു പോവാണ്. അതിലെ
പദ്യത്തിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ പദ്യം എന്ന് പറയുന്നത് പലർക്കും തോന്നും പദ്യം എന്താ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്, അയ്യോ കവിതയല്ലേ, ഇതില് ഭയങ്കരമായിട്ട് പ്രാസവും അലങ്കാരവും ഇതൊക്കെ ഉപമയൊക്കെ ഇല്ലേ. ഇതൊന്നുമില്ല നിങ്ങൾക്ക് തരുന്ന കവിതക്കകത്ത്. നിങ്ങൾക്ക് തരുന്ന കവിതയകത്ത് നേരിട്ട് കാര്യങ്ങള് പറയുന്ന കവിതകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഒരു കവിതയിൽ നിന്ന് ഒരു ചോദ്യം വരുമ്പോ അവിടെ എഴുത്തുകാരൻ കവിത എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുത്തുകാരൻ അവിടെ ഇല്ല. ജി ശങ്കരക്കുറുപ്പ് സൂര്യകാന്തിക്ക് ഉദ്ദേശിച്ച കവിതയുടെ അർത്ഥമല്ല ഞാൻ വായിക്കുമ്പോൾ വരുന്നത്. ഞാൻ വായിക്കുമ്പോൾ ഉള്ള അർത്ഥമല്ല ആര് വായിക്കുമ്പോൾ, നിങ്ങൾ ഓരോരുത്തർ വായിക്കുമ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കവിതയുടെ അർത്ഥത്തിനു ചുറ്റിപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങള് നിങ്ങൾക്ക് ആരോടും ചോദിക്കില്ല. മറിച്ച് ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, കവിത വായിക്കാം. എന്നിട്ട് നോക്കിയേ കവി ആരെയാണ് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്, കവി ആരെയാണ് ഓമലാളെ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്, ഭാര്യ, മകള്, കുട്ടി, ഇങ്ങനെ ഓപ്ഷൻ തരുമ്പോ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിയതമയോട് കവി ആരെയാണ് ചേർത്ത് വെക്കുന്നത്. പക്ഷേ കവിതയിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് പുറത്തുനിന്ന് വരും, ഒരു ചോദ്യം. അത് ഒന്നെങ്കിൽ ഇതിന് സമാനമായി വിഗ്രഹിക്കാവുന്ന പദം ഏത് എന്ന തരത്തിലോ അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ശബ്ദം ഏതോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യമേ വരാൻ സാധ്യതയുള്ളൂ. ബാക്കി എല്ലാം തന്നെ കവിതയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ആരെയാണ്, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്താണ് കൂട്ടത്തിൽ പെടാത്ത എന്താണ് എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടില്ല. നമുക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റുന്ന ഒരു കാര്യമാണ് മലയാളത്തിന്റെ ഗദ്യവും പദ്യവും വായിക്കാതെ പരീക്ഷിക്കുമ്പോൾ. ബാക്കിയെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പോകുമ്പോഴും മലയാളത്തിന്റെ ഗദ്യവും പദ്യവും വായിക്കില്ല. അത് വായിച്ചിട്ട് ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗദ്യവും പദ്യവും വായിച്ചിട്ട് ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ശ്രമിക്കണം. എന്നിട്ട് നാളെ എന്നോട് ഇതുവരെ നോക്കാത്ത ആളുകൾ പറയണം. ഓക്കെ, ഇതുവരെ നോക്കാത്ത പുതിയ ആൾക്കാരോടാണ് പറയുന്നത്. ഈ 2 മണിക്കൂർ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകണമെങ്കിലും അതുപോലെ പരീക്ഷയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ സഹായിക്കാനും ഇത് നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും. അപ്പൊ നാളെ എന്നോട് ഈ ഒരു കാര്യം, അതേ ടീച്ചറെ പുറത്തു നിന്ന് വന്നിട്ടുണ്ട് നല്ലോണം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഞാൻ അവിടെ വെക്കും, പക്ഷെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കി പറയാം. അതവിടെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു 10 മാർക്ക് പോട്ടെ, ഒരു 9 മാർക്കെങ്കിലും നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ എത്ര പേർക്ക് ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാല് ഗദ്യവും പദ്യത്തിനും 10 മാർക്ക് കിട്ടാറുണ്ട്? വളരെ വളരെ കുറച്ച് പേർക്കാണ്, ആർക്കും കിട്ടാറില്ല. അപ്പൊ ഒരു ടീച്ചർ കുട്ടിയോട് ശ്രദ്ധിച്ച് വായിച്ച് ഉത്തരം എഴുതെന്ന് പറയാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടോ എന്ന് അവിടെ നമ്മൾ ചിന്തിക്കാം. ഈ 10 മാർക്ക് അവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ 10 മാർക്കിലേക്ക് നമ്മൾ പോകുമ്പോ അവിടെ നമുക്ക്, ഞാനൊരു നല്ല അധ്യാപികയാണോ, എനിക്ക് കുട്ടികളെ നോക്കാൻ എന്ന് സാധിക്കോ, മാറി വരുന്ന വിദ്യാഭ്യാസ രീതിയോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ, ഇന്നത്തെ ക്ലാസ് മുറി എങ്ങനെയാണ്, ഇവിടെ ഇന്നത്തെ ക്ലാസ് മുറിയുടെ ഒരു പ്രത്യേകത എന്താ ഇന്നത്തെ ക്ലാസ് മുറിയുടെ പ്രത്യേകത എന്താ, പറ, പെട്ടെന്ന് പറയും. ഇന്നത്തെ ക്ലാസ് മുറിയുടെ പ്രത്യേകത ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ രീതിയാണ്, ഇൻക്ലൂസീവ് ആണ്. അതായത് ഉൾക്കൊള്ളൽ ടീച്ചറെ സൗണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നു. എല്ലാവർക്കും ഉണ്ടോ? ഇല്ല ടീച്ചറെ. ഇല്ല, ഓക്കെ. അപ്പൊ ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസ ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസ രീതിയാണ് അല്ലെ. അപ്പൊ നമ്മൾ എല്ലാ കുട്ടികളെയും ഉൾപ്പെടാം. പണ്ട് എന്ന് പറഞ്ഞാൽ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേക അധ്യാപകരും പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് അങ്ങനെയല്ല. ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസമാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികള്, ക്ലാസ്സിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികള്, മറ്റ് പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കാണ്. ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ ഒരു പാഠഭാഗം ആസൂത്രണം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക്, കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ഓരോ പഠന പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ ടീച്ചർ എന്താണ് ചെയ്യുന്നത് ഇല്ലേ. അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നേ, ഞാൻ അത് ക്ലാസ്സിൽ അത് ഡിസ്കസ് ഒരിക്കൽ ചെയ്തിരുന്നു. അപ്പൊ പുതുതായിട്ട് വന്ന ആൾക്കാർ നോക്കാം. ഒരു അധ്യാപിക പഠനവേളയിൽ കുട്ടികൾക്ക് ഒരു പാഠം പരിചയപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്യാണ്, കുട്ടികളോട് പറയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് നിങ്ങൾ ഇതിനെ എഴുതിക്കൊണ്ട് വരൂ എന്ന് പറയുമ്പോൾ ടീച്ചർ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻ ഇല്ലാതെ ഉത്തരം പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? എന്തിനാ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്? ഒരു ടീച്ചർ ഒരു കഥ പഠിപ്പിച്ചിട്ട് കുട്ടികളോട് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ കഥയാക്കിയോ
കവിതയാക്കിയിട്ടോ നാടകമാക്കിയിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം, ചിത്രാണോ അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് വരൂ എന്ന് ടീച്ചർ പറയുമ്പോ ടീച്ചർ ഇവിടെ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഈ ചോദ്യം കാണുമ്പോ എന്തിനാ സർഗാത്മകത വർദ്ധിപ്പിക്കാണ്. പക്ഷെ ഇതിനെ കുറച്ചുകൂടി യോജിക്കുന്നത് എന്താ? കുട്ടികളുടെ സർഗാത്മകതയാണോ ഇത്? വ്യക്തിപരമായിട്ടുള്ള കഴിവ്. വ്യക്തിപരമായിട്ടുള്ള കഴിവാണോ? ഒന്നുകൂടി സ്വയം വിലയിരുത്തൽ. ഓക്കെ, നിങ്ങളുടെ രീതിയിൽ പല പല കാര്യങ്ങൾ ഇതൊക്കെ എവിടെയാ സ്വയം വിലയിരുത്തുന്നത്? ഒരു ടീച്ചർ പഠന പ്രവർത്തനം കൊടുക്കുമ്പോൾ കുട്ടികളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ നിങ്ങൾ എഴുതിക്കോ എന്ന് പറയുമ്പോ ടീച്ചർ അവിടെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ഇന്റലിജൻസം പഠിച്ചിട്ടുണ്ടോ സൈക്കോളജിയിൽ? ബഹുമുഖ ബുദ്ധി പഠിച്ചിട്ടുണ്ടോ? ഇതിനെ നിങ്ങൾക്ക് വരണ്ടേ? കാരണം എന്താ? എവിടെയാ ഈ സ്വയം വിലയിരുത്തൽ? എവിടെയാ സർഗശേഷി വർദ്ധിപ്പിക്കുന്നു? ഓക്കെ, പക്ഷെ നമ്മുടെ ചോദ്യം എന്താ? ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ ഈ ഓപ്ഷനിൽ കയറി പെരുതി തപ്പി തടഞ്ഞു കളിക്കുന്നതിന് പകരം പെട്ടെന്ന് സൈക്കോളജി പഠിക്കുന്ന നിങ്ങളുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യണം. ഒരു ടീച്ചർ ഒരു പഠന പ്രവർത്തനം, ഒരു പാഠഭാഗം പഠിപ്പിച്ച് കുട്ടികൾക്ക് കൊടുക്കാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എഴുതിക്കോ എന്ന് പറയുമ്പോൾ ടീച്ചർ അവിടെ കുട്ടികളെ എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിശക്തികള് 9 തരത്തിലുള്ള ബുദ്ധിശക്തി ഉണ്ട്. ആ ബുദ്ധിശക്തി, ചിലവര് ചിത്രം വരയ്ക്കും, ചിലവര് പാട്ട് പാടും, ചിലവര് പ്രസംഗമാക്കും, ചിലവര് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ ടീച്ചർ അവിടെ ബഹുമുഖ ബുദ്ധിശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അല്ലാതെ കുറെ ക്വസ്റ്റ്യനും കുറെ ഓപ്ഷനും തന്ന് അത് വായിച്ച് മനപ്പാടാക്കി ഇങ്ങനെ തോന്നുന്നത് കറക്കി കുത്തി ഡൗട്ട് അടിച്ച് നിൽക്കുക എന്നുള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. നമ്മുടെ 10 മാർക്കിൽ 7 മുതൽ 7-8 ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. കവിതാസ്വാദനത്തിന്റെ ഉയർന്ന തലം എന്താണ്? ഒരു ഭാഷാധ്യാപകന്റെ ഗുണം എന്താണ്? അതേപോലെ തന്നെ കാഴ്ച പരിമിതി, കേൾവി പരിമിതിയുള്ള കുട്ടികള്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ കാഴ്ച പരിമിതി, കേൾവി പരിമിതി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ കണ്ണ് കാണാത്തവര് അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവര് എന്നുള്ളതിലേക്ക് പോകരുത്. പരിമിതി എന്ന് പറഞ്ഞാല് കുറവ് എന്നാണ് അർത്ഥം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് തിയറി, എല്ലാം ഒന്നും നിങ്ങളുടെ തലയിൽ ഓർമ്മയില്ലെങ്കിൽ പോലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ലാഡിന്റെ ഫുൾ ഫോം എന്താ? ലാഡ് ഡിവൈസ് അല്ലെ? ഭാഷാ വ്യാകരണം, സർവഭാഷാ വ്യാകരണത്തിന്റെ പിതാവാരാ? നോം ചോംസ്കി എന്ന് ലാഡ് എന്ന് പറയുന്നത് സർവഭാഷാ വ്യാകരണം നോം ചോംസ്കി ആണ്. മനസ്സിലാക്കിയൊക്കെ, ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ അവനിൽ ഭാഷ പഠിക്കാനുള്ള കഴിവ് അവനിലുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും നിങ്ങൾ ആദ്യം മലയാളത്തില് ഈ 10 മാർക്കിന്റെ പെഡഗോജിയുടെ ഭാഗത്തുനിന്ന് ഉത്തരം എഴുതണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒന്ന് കൺസ്ട്രക്റ്റിവിസം. എന്താ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ ജ്ഞാന നിർമ്മിതിവാദം? എന്താ നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞ എന്താ? ഒരു കുട്ടി അറിവ് നിർമ്മിക്കുന്നില്ലേ പിയാഷയുടെ? അല്ലെ? സ്വയം അറിവ് നിർമ്മിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമ്മുടെ സൈക്കോളജിയിലേക്ക് വരുമ്പോ 3 തരത്തിലുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്നത് ഒന്ന് വ്യവഹാരവാദം, ബിഹേവിയറിസം, രണ്ടാമത്തത് കൺസ്ട്രക്റ്റിവിസം, ജ്ഞാന നിർമ്മിതിവാദം, മൂന്നാമത്തത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെ? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ഇത് 3 നിങ്ങൾ ഒരു കാരണവശാലും മാറിപ്പോകരുത്. അതിൽ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് കുട്ടികളാണ് അറിവ് നിർമ്മിക്കുന്നത്. കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും പഠന പ്രവർത്തനങ്ങൾ കൊടുക്കേണ്ടത്. കുട്ടികളെയാണ് നമ്മൾ മുൻതൂക്കം. കുട്ടികൾക്ക് ജിജ്ഞാസ വർദ്ധിപ്പിക്കുക. അവരൊരിക്കലും ഒരു ഒഴിഞ്ഞ പാത്രമല്ല, അതിനകത്ത് നമ്മൾ അറിവ് നിക്ഷേപിക്കപ്പെടേണ്ടതുമല്ല. കുട്ടികൾ നിർമ്മിക്കുന്ന അറിവിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആര് പറയുന്നത്? ജീൻ പിയാഷെ. ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം, ഇന്ന് നമ്മൾ BEd അല്ലെങ്കിൽ TTC ചെയ്യുന്ന ആൾക്കാരുടെ ലെസൺ പ്ലാൻ എങ്ങനെയാണ്? ലെസൺ പ്ലാൻ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. പ്രതികരണ പേജ്, പ്രക്രിയ പേജ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാ. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കണ്ട.
പ്രതികരണ പേജും പ്രക്രിയ പേജും. കുട്ടികളുടെ വിവരങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ പഠന സാമഗ്രികൾ അധ്യാപിക എവിടെയാ എഴുതുന്നത്, കുട്ടികളുടെ പ്രതികരണങ്ങൾ എവിടെയാ എഴുതാം, ഈ രീതിയിൽ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് വരണം പ്രക്രിയ പേജ് പ്രതികരണ പേജ് എന്ന്. നമ്മുടെ ലെസൺ പ്ലാനിന് പാഠാസൂത്രണത്തിന് 2 ഭാഗമുണ്ട്. അതിലെല്ലാം കുട്ടികളാണ് അല്ലെ. പ്രവർത്തനം 1 കുട്ടിയെ കേന്ദ്രീകരിച്ചിട്ട്, പ്രവർത്തനം 2 കുട്ടിയെ കേന്ദ്രീകരിച്ച്. ഇതിനെ ക്രോഡീകരിക്കുക മാത്രമാണ് അധ്യാപകർ ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് മനസ്സിലാക്കുക. ഓരോ പെഡഗോജിയുടെ ക്വസ്റ്റ്യൻ വരുമ്പോഴും നിങ്ങൾ അതിനെ മനസ്സിലാക്കി വെക്കാം. 2ാമത്തെ വാദം വ്യവഹാരവാദം അല്ലെ, ബിഹേവിയറിസം. എന്താ അത്? പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസ രീതി അല്ലെ, അധ്യാപകര് കേന്ദ്ര കുട്ടികൾക്ക് ഒഴിഞ്ഞ പാത്രമാണ്, അതിനകത്ത് ഇങ്ങനെ അറിവുകൾ നിർമ്മിച്ചു കൊടുക്കും. പരീക്ഷാഭ്യാസവും ഗ്രേഡിങ്ങും ഇതിനൊക്കെ വേണ്ടി നിൽക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് വ്യവഹാരവാദം. ജ്ഞാനനിർമ്മിതിവാദത്തിനെ തന്നെ മുറുക്കെ പിടിച്ചുകൊണ്ട് വളർന്നു വന്ന മറ്റൊരു വാദമാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. ആരുടേതാ? അല്ലെ, വൈഗോട്സ്കി പറയുന്നത് എന്താ? കുട്ടികളെ അറിവ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? സമൂഹത്തിൽ നിന്നാണ്, ചുറ്റുപാടിൽ നിന്നാണ്, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിലൂടെയാണ്. ഇവിടെ വൈഗോട്സ്കി പറഞ്ഞു വെക്കുന്ന 6 ആശയങ്ങളുണ്ട്. ഏതൊക്കെയാ? വൈഗോട്സ്കിയുടെ ഇമ്പോർട്ടന്റ് ആണ്. വൈഗോട്സ്കിയുടെ എല്ലാ പരീക്ഷയ്ക്കും ചോദ്യം വരും. പറഞ്ഞോ. നിങ്ങൾക്ക് മലയാളത്തിലും സൈക്കോളജിയിലും വരുന്നത്, ഇംഗ്ലീഷിലല്ല ചോദ്യങ്ങൾ, മലയാളത്തിലാണ്. സെറ്റ്പിഡിയുടെ മലയാളം എന്താ? സമീപസ്ഥ വികസന മണ്ഡലം. മണ്ഡലം. സെറ്റ്പിയുടെ ഫുൾ ഫോം എന്താ? ഡെവലപ്മെന്റ്. ഇത് തന്നെ വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ വൈഗോട്സ്കിയുടെ തിയറികൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. അതിൽ ആദ്യം നിങ്ങൾ പറഞ്ഞതുപോലെ സെറ്റ്പിഡി, സോണോ പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സമീപസ്ഥ വികാസ മണ്ഡലം. ഓക്കെ, 1ാമത്തെ പോയിന്റ്. ഇനി 2ാമത്തതോ? സഹകരണാത്മക പഠനമുണ്ട്, സഹവർത്തിത പഠനമുണ്ട്. അതാണ് സഹകരണ പഠനം, സഹവർത്തിത പഠനം, കോപ്പറേറ്റീവ് കൊളാബറേറ്റീവ് ലേണിംഗ്. പിന്നെയോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാ? കൈത്താങ്. അതുപോലെ തന്നെ പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. ഇങ്ങനെ 6 എണ്ണം വൈഗോട്സ്കിയുടെ തിയറി മസ്റ്റ് ആയിട്ട് പഠിക്കാം. വൈഗോട്സ്കി സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിതാവാണ്. അതിൽ 1ാമത്തത് കൈത്താങ് നൽകൽ. എന്താ കൈത്താങ് നൽകല്? ഒരു ചോദ്യമുണ്ട്. കൈത്താങ് നൽകൽ വിദ്യാഭ്യാസത്തിലെ സാമൂഹിക നീതി നടപ്പിലാക്കുന്ന പ്രക്രിയയാണോ? ആണോ? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആണോ? ഉറപ്പായിട്ടുമാണ്. എന്താണ് കൈത്താങ്ങെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അല്ലെ. നിങ്ങൾ എല്ലാവരും ഇപ്പൊ കേട്ടിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്നുകൂടി ഒന്ന് പഠിക്കണം. അല്ലാതെ നിങ്ങളുടെ മാക്സിമത്തിൽ എത്തണം. നിങ്ങൾക്ക് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ അവസാന നിമിഷം ഇതിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സപ്പോർട്ട് തരുന്നുണ്ട്. ഈ സപ്പോർട്ടാണ് കൈത്താങ്. ഒരു കുട്ടിയുടെ മിനിമത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവന്റെ മിനിമത്തിൽ നിന്നും അവന്റെ മാക്സിമത്തിലേക്ക് പരമാവധി എത്തിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകരോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ കൂട്ടുകാരോ ആരും ആയിക്കോട്ടെ, അവര് നൽകുന്ന സഹായത്തെയാണ് കൈത്താങ് നൽകൽ എന്ന് പറയുന്നത്. അത് സാമൂഹിക നീതി ഉറപ്പായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും അധ്യാപകർ ഒരുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. 2ാമത്തത് സോണോ പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറഞ്ഞ എന്താ? ഒരു കുട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ സൈക്കോളജിയിൽ ഒരു ഗ്രാഫ് ഒക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതായത് ഒരു കുട്ടി നിൽക്കുന്ന ഇടത്ത് നിന്നും അവന്റെ മാക്സിമത്തിലേക്ക് എത്തുമ്പോ ഈ ഒരു ഗ്യാപ്പ് അല്ലെ, എത്ര അകലുണ്ട്, എത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ എത്ര വ്യത്യാസമുണ്ട്, ഈ വ്യത്യാസത്തെ കാണിക്കുന്നതിനെയാണ് സോണോ പ്രോക്സിമൽ ഡെവലപ്മെന്റ്. നിങ്ങൾ പൊട്ടൻഷ്യൽ എബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കുട്ടിയുടെ മിനിമത്തിൽ നിന്നും മാക്സിമത്തിലേക്ക് അവന് കൈത്താങ് കൊടുക്കുമ്പോൾ അവിടെ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്, ഇതിനെയാണ് നമ്മൾ സോണോ പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 2 തിയറി കഴിഞ്ഞു. 3ാമതായിട്ട് നമ്മൾ പറഞ്ഞു സഹകരണ പഠനം, സഹവർത്തിത പഠനം. കുട്ടികൾ സഹകരണം
പഠനത്തിലൂടെ അല്ലെ സ്വയം മനസ്സിലാക്കിയും മറ്റുള്ളവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ പറഞ്ഞിട്ടും ഒക്കെയാണ് പഠിക്കുന്നത്. ലാസ്റ്റ് വണ്ണ് നമ്മൾ പറഞ്ഞത് പ്രതിക്രിയാധ്യാപനം. പ്രതിക്രിയാധ്യാപനം എന്ന് പറഞ്ഞാൽ എന്താ? വായന, കുട്ടികളിലെ വായനശേഷി വികസിപ്പിക്കുന്നതിനുള്ള വൈഗോട്സ്കി അവതരിപ്പിച്ച ആശയമാണ് പ്രതിക്രിയാധ്യാപനം. കുട്ടികൾക്ക് ഉണ്ടാകുന്ന വായനയിലെ അക്ഷരത്തെറ്റുകൾ തിരുത്താനും വായനയെ നല്ല രീതിയിൽ പോവാനും ഒരു ചാക്രികമായിട്ട് പഠനം പുരോഗമിക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു രീതി. ഇങ്ങനെ 6 എണ്ണത്തിന്റെയും ആരാണ് ഇത് 6ഉം പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം, അതെന്താണ് സംഭവം എന്നുള്ളത് ഇപ്പൊ ഏകദേശ ധാരണ കിട്ടിയല്ലോ. 5 എണ്ണല്ലേ വന്നുള്ളൂ? ഏതാ വന്നത്? 1 നമ്മുടെ കൈത്താങ്, 2 സോണോ പ്രോക്സിമൽ ഡെവലപ്മെന്റ് പറഞ്ഞു, 3ാമത്തത് റെസിപ്രോക്കൽ ടീച്ചിങ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ സഹകരണ പഠനം, സഹവർത്തിത പഠനം. 5 എണ്ണം അല്ലെ? 5 എണ്ണം. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മറക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ധാരണ കിട്ടിയില്ലേ? ടീച്ചർ കൈത്താങ് ബ്രൂണറുടെ അല്ലേ? കൈത്താങ് എന്ന് പറയുന്നത് ബ്രൂണർ ആണ്. അങ്ങനെ ഒരു സിദ്ധാന്തത്തിന്റെ കുറിച്ച് ഒരു പേര് ബ്രൂണർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഇത്രയും വിശാലമായ അർത്ഥത്തില് അതിനെ വികസിപ്പിച്ചെടുത്തത് വൈഗോട്സ്കി ആണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ബ്രൂണറിന്റെ പേരിൽ അത്രത്തോളം ആ ഒരു പദത്തെ നിഷ്കർഷിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ബ്രൂണറെ പറയാൻ പറ്റൂ. എന്നാൽ അങ്ങനെ ഒരു പദം പറഞ്ഞു എന്നത് കൊണ്ട് മാത്രം അത് കാര്യമില്ലല്ലോ. അതിനെ വികസിപ്പിച്ച് അതിന് ഇത്രയും വലിയൊരു ആശയത്തെ കൊടുത്തിരിക്കുന്നത് വൈഗോട്സ്കി. അതുകൊണ്ട് തന്നെ വൈഗോട്സ്കിയുടെ ആശയമായിട്ടാണ് കൈത്താങ്ങിനെ പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയാണ് അവിടെ വരുന്ന അത്യാവശ്യ കാര്യങ്ങൾ. മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ഇവിടത്തേക്ക് വരാം, വ്യവഹാരവാദം. വ്യവഹാരവാദത്തിൽ പഠിക്കുന്ന സമയത്ത് അവിടെയും ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരാളാണ് പാവ്ലോ. ആരാ? പാവ്ലോന്റെ തിയറി എന്താ? ചോദക പ്രതികരണ സിദ്ധാന്തം അല്ലെ? അനുബന്ധ സിദ്ധാന്തം, ചോദക പ്രതികരണ സിദ്ധാന്തം. ആരുടേതാ? ചോദ്യം വന്നിട്ടുണ്ട്. ചോദക പ്രതികരണ സിദ്ധാന്തം ഓക്കെ. നിങ്ങൾ ഓർത്ത് വെക്കാം, പാവ്ലോന്റെതാണ് ചോദക പ്രതികരണ സിദ്ധാന്തം. പാവ്ലോ ഇത് വ്യവഹാരവാദത്തിന്റെ ഉള്ളില് വരുന്നതാ. ഈ നമ്മുടെ പാവ്ലോ എന്താ പറയുന്നത്? ചോദക പ്രതികരണം എന്തില് വെച്ചിട്ടാ പരീക്ഷണം നടത്തിയേക്കുന്നേ? വെച്ചിട്ട് അല്ലെ? ഒരു നായിൽ വെച്ചിട്ടാണ് പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാ റെസ്പോൺസും ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു കാരണം ഉണ്ടാവണം, ഒരു കാര്യം ഉണ്ടാവണം, ഒരു ചോദകം ഉണ്ടാവണം. ഇപ്പൊ നമ്മുടെ കുട്ടികള് സ്കൂളിലേക്ക് എല്ലാ അനുകരണമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാവ്ലോ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഒന്നും അറിയാത്ത പുതിയ കുട്ടികൾ എന്ത് ചെയ്യുന്നു? സ്കൂളിലേക്ക് വരുന്നു. പിറ്റേ ദിവസം മുതൽ അവൻ തിരിച്ചറിയാണ്, 10 മണിക്ക് അസംബ്ലി തുടങ്ങും, 10 മണിയാകുമ്പോഴേക്കും ഞാൻ ക്ലാസ്സിൽ കയറണം, 4 മണിക്ക് സ്കൂള് വിടും, ഇന്ന് ബെല്ലടിക്കേണ്ടത് പ്രാർത്ഥനക്കാണ്, ഇത് ബെല്ലടിച്ചാൽ ഭക്ഷണം കഴിക്കേണ്ടതാണ് എന്നിവൻ തിരിച്ചറിയുന്നില്ലേ? അതുപോലെയാണ് പറയുന്നത്, ഒരു പട്ടിക്ക് ഒരു ചിക്കൻ കഷ്ണം കാണിച്ചു കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ബെല്ലടിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പട്ടിക്ക് വായിൽ ഉമിനീര് വരാൻ തുടങ്ങി. ഇതിങ്ങനെ ആവർത്തിച്ചു. ഒടുവിൽ എന്ത് ചെയ്തു? ബെല്ലടിച്ചു, ചിക്കൻ കൊടുത്തില്ല, പക്ഷെ പട്ടിക്ക് എന്ത് ചെയ്തു? ഉമിനീര് വരാൻ തുടങ്ങി. ഇതേപോലെയാണ് വിദ്യാഭ്യാസം. ഇത് ആദ്യം ഇങ്ങനെ അനുകരിപ്പിച്ചെടുക്കുന്നു, പിന്നെ അവർക്ക് അതില്ലെങ്കിലും അത് അവര് ചെയ്യും അല്ലെ? നമ്മളിപ്പോ ഒരാൾ എപ്പോഴും പഠിക്കാൻ 5 മണിക്ക് എഴുന്നേറ്റു, പിന്നെ നമുക്ക് അലാറാം ഇല്ലെങ്കിലും നമ്മൾ എഴുന്നേക്കും. ഇതുപോലെ എല്ലാ കാര്യങ്ങളും എന്താണ്? ഒരു ചോദകത്തെ ആശ്രയിച്ചിട്ടാണ് അതിന് പ്രതികരണം ഉണ്ടാകുന്നത് എന്നാണ് പാവ്ലോ അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ചോദക പ്രതികരണ സിദ്ധാന്തം പാവ്ലോ ആണ് പട്ടിയിൽ വെച്ചിട്ടാണ് പരീക്ഷണം നടത്തിയത് എന്നോർക്കുക. ഒരു എക്സാമ്പിൾ തന്നിട്ട്, ഇപ്പൊ മനു എന്ന് പറയുന്ന ഒരു കുട്ടി ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏത് സിദ്ധാന്തമാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരണം, ഇത് ചോദക പ്രതികരണമാണ്, ചോദകം ഉണ്ടെങ്കിലേ പ്രതികരണം നടക്കൂ എന്ന് വരണം. 2ാമത്തെ തിയറിയിലേക്ക് പോകുമ്പോൾ അവിടെ ട്രയൽ ആൻഡ് എറർ തിയറി മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ്. ട്രയൽ ആൻഡ് എറർ, ശ്രമപരാജയ സിദ്ധാന്തം ആരുടേതാ? അല്ലെ? ശ്രമിക്കുക, പരാജയപ്പെടും, വീണ്ടും ശ്രമിക്കുക, വീണ്ടും പരാജയപ്പെടും, ഒടുവിൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്താം. ഇങ്ങനെയുള്ള കാര്യം. അപ്പൊ നോം ചോംസ്കി നിങ്ങൾ ഓർക്കണം, തൊണ്ടയ്ക്കിനെ നിങ്ങൾ ഓർക്കണം, പാവ്ലോനെ നിങ്ങൾ ഓർക്കണം, അതോടൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞ വൈഗോട്സ്കി, ജീൻ പിയാഷെ ഓർക്കണം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ മലയാളത്തിൽ ഓർക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഉറപ്പായിട്ട് പഠിച്ചേക്കണം. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്
അതെ, ഹവാർഡ് ഗാർഡനർ 9 തരത്തിലുള്ള ബുദ്ധിശക്തികൾ പറയുന്നുണ്ട്. സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും. ഈ ബുദ്ധിശക്തികളെയൊക്കെ ഒരു ടീച്ചർ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതും അതിന്റെ കൂടെ തന്നെ പാഠാസൂത്രണം എന്ന് പറഞ്ഞാൽ ലെസൺ പ്ലാൻ. ആ ലെസൺ പ്ലാൻ എങ്ങനെയാണ് എഴുതുന്നത്, എവിടെയാണ് ടീച്ചർ കുട്ടികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത്, പ്രതികരണ പേജിലാണ്, അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്താന്ന് മനസ്സിലാക്കി വെക്കാം. എന്തിനാണ് നമുക്ക് ദൈനംദിനാസൂത്രണം? ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു അധ്യാപിക എങ്ങനെ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിർമ്മിക്കുന്നത്. എത്ര പാഠം, എത്ര പരീക്ഷകള്, എത്ര ദിവസം എടുക്കണം. അതുപോലെ വാർഷികാസൂത്രണം, ഒരു വർഷത്തെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഈ 3 നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നിരന്തര മൂല്യനിർണയത്തിനെ കുറിച്ചും ചോദ്യം വരും. നിരന്തര മൂല്യനിർണയം അല്ലെ, നിരന്തരമായിട്ട് കുട്ടികളെ മൂല്യനിർണയം നടത്തുമ്പോഴാണ് ഒരു ടീച്ചർക്ക് കുട്ടിയെ കുറിച്ചുള്ള ധാരണകൾ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഈ പെഡഗോജി, മലയാളത്തിലെ 10 മാർക്കിന്റെ പെഡഗോജി എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ധാരാളമാണ്. പിന്നെ കവിതാസ്വാദനത്തിന്റെ ഉയർന്ന തലം, ഒരു മാതൃഭാഷ അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട ഗുണം, കാഴ്ച പരിമിതിയുള്ള കുട്ടിക്ക് പഠന പ്രവർത്തനം കൊടുക്കുക. അതുണ്ടല്ലോ, നമ്മളെ തെറ്റിക്കാൻ ചോദിക്കും. കാഴ്ച പരിമിതിയുള്ള കുട്ടിക്ക് പ്രവർത്തനം കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്, കുട്ടികൾക്ക് വായന, കേൾവി പരിമിതിയുള്ള അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടിക്ക് വായനാ സാമഗ്രി കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഓപ്ഷൻസ് കൺഫ്യൂഷൻ അടിപ്പിക്കും. വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, പക്ഷെ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള കൺഫ്യൂഷൻ അടിക്കും. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, പെൻ എടുത്ത് വെച്ചിട്ട് അടിവരയിടാം. കൂട്ടത്തിൽ പെടാത്തത് അല്ലെങ്കിൽ യോജിക്കുന്നത്, യോജിക്കാത്തത് എന്താണ് ചോദ്യത്തിൽ പറയുന്നത്. കാരണം ഇറങ്ങി കഴിഞ്ഞോട് അയ്യോ ഞാനത് തെറ്റിച്ചു, ഇത് ചേരുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്, മാറിപ്പോയി, ഇങ്ങനെ പല ഉത്തരങ്ങളും കാണാറുണ്ട്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാല് ഇവിടത്തെ പെഡഗോജിയുടെ 7 മാർക്ക് 8 മാർക്ക് വളരെ സൂപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചെടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ ആ ഭാഗം. അങ്ങനെ നമ്മുടെ ആ ഒരു ഭാഗം കൂടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം ആൻസർ. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യും, പക്ഷെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ തുടക്കം നിങ്ങൾക്ക് ധാരണയിൽ ഞാൻ പറഞ്ഞു. ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണമാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് മിസ് അതെനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചതായോ കേട്ടോ. ഓക്കെ. അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും തിയറികൾ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഉത്തരത്തെ സമീപിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാം. പുറത്തു നിന്ന് വല്ല രീതിക്ക് നമുക്ക് സൈക്കോളജിന്ന് ചോദ്യം വരുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞു മക്കളെ നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കാൻ പറ്റുമോ, അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ, ടീച്ചർ എന്ന നിലയിൽ നമ്മൾ എങ്ങനെ വിജയിക്കുന്നു. ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. എന്തിനാണ് അധ്യാപിക ബോർഡ്, LP UP ഒക്കെ ആകുമ്പോൾ ഉറപ്പായിട്ട് ബോർഡിൽ എഴുതണം. അപ്പൊ എന്തിനാണ് അധ്യാപിക കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ബോർഡിൽ എഴുതുന്നത്, എന്തിനാണ് ഈ ചാർട്ട് പേപ്പർ കാണിക്കുന്നത്, ഇങ്ങനത്തെ കുറെ നോർമൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇവിടെയും ആ ഭാഗം കൂടി കഴിഞ്ഞാല് പിന്നെ നമ്മൾ വരുന്ന ഒരു 10-12 മാർക്കിന്റെ ഭാഗമാണ് നമ്മുടെ സിലബസിൽ കൊടുത്തേക്കുന്ന പ്രായോഗിക വ്യാകരണം എന്ന് പറയുന്ന ഭാഗം. അവിടെ നമ്മൾ കുറച്ച് വ്യാകരണങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ അവിടെയും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് 2-3 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ശൈലികൾ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തന്നോണ്ട് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മലയാളത്തിനെ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുവരെ എന്തെങ്കിലും ഒരു ധാരണ കുറവുള്ളവർക്കൊക്കെ ഇപ്പം നമ്മുടെ സിലബസ് 30 മാർക്ക് എങ്ങനെയാന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് സ്ക്രീനിലേക്ക് ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കുക. എപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങുവാണ്. താഴെ പറയുന്നവയിൽ കഥകളി ചടങ്ങുകളിൽ പെടാത്തത് ഏത്? കഥകളിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം എല്ലായ്പ്പോഴും നിങ്ങൾ കേട്ടിട്ട് പരീക്ഷയ്ക്ക് കാണാറുണ്ടോ ഇല്ലയോ? ഉണ്ട്. കഥകളിയെ കുറിച്ചിട്ട് പല രീതിയിലും പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ഇതിലെ അനുഷ്ഠാനങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ അതിലെ വാദ്യോപകരണങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, വേഷങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. താഴെ പറയുന്നവയിൽ കഥകളി ചടങ്ങുകളിൽ പെടാത്തത് ഏത്? തോടയം, തിരനോട്ടം, ഭരതവാക്യം, മേളപദം. ഇതില് കഥകളി ചടങ്ങുകളിൽ പെടാത്തത് ഏതാ? ഓപ്ഷൻ ബി.
അയ്യോ, തിരനോട്ടമൊക്കെ കഥകളിക്ക് ഉണ്ട് കേട്ടോ. ഓപ്ഷൻ ഓക്കെ, ഇനി ഭരതവാക്യം. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഭരതവാക്യം. ഭരതവാക്യം ഒന്നും കഥകളിക്കകത്തില്ല. കഥകളിയിൽ എന്തൊക്കെ ചടങ്ങ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഉത്തരം ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ്? തോടയം, അതുപോലെ തിരനോട്ടം, മേളപ്പദം, കേളികൊട്ട്, ഇതൊക്കെ കഥകളിക്ക് വരുന്നതാണ്. ഭരതവാക്യം ചൊല്ലുക എന്ന് പറയുന്ന ശൈലി പക്ഷെ കേട്ടിട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താ ഈ ഭരതവാക്യം ചൊല്ലുക? പരീക്ഷയ്ക്ക് നിങ്ങളുടെ കേട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഭരതവാക്യം ചൊല്ലുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താ? ഭരതവാക്യം ചൊല്ലുക, ശതകം ചൊല്ലുക, ധനാശി പാടുക, ഇതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നാടകത്തിന്റെ നിങ്ങൾ എവിടെയോ ഒരു നെറ്റിന്റെ ഇഷ്യൂ വരുന്നുണ്ട്, പകുതി കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 3 എപ്പോഴും ശൈലിക്ക് ചോദിക്കാറുണ്ട്. ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നുള്ള ഭരതവാക്യം ചൊല്ലുക, അവസാനിപ്പിക്കുക. ധനാശി പാടുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ധനാശി പാടുക, അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ശതകം ചൊല്ലിക്കുക, കഷ്ടപ്പെടുത്തുക. ഈ 3 മറക്കണ്ട കേട്ടോ. അപ്പോ താഴെ പറയുന്നതിൽ നമുക്ക് കഥകളി ചടങ്ങുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, കഥകളിയിലെ വേഷം പഠിച്ചു വെച്ചോ. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇതിനെ കുറിച്ചൊന്നും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ വരില്ല. നമുക്കറിയാം പച്ച ഒക്കെ ആണെങ്കിൽ എന്താ വളരെ ശാന്ത സ്വഭാവത്തിനാന്നും, കത്തി ആ പേര് പോലെ തന്നെ അറിയാം അല്ലെ, രാക്ഷസ സ്വഭാവം അല്ലെങ്കിൽ ദുഷ്ടകഥാപാത്രങ്ങൾക്ക്, കരി രാക്ഷസന്മാർക്ക്, താടി ചുവന്ന താടിയും വെള്ളത്താടിയും ഒക്കെ ഉണ്ട്, ഓരോന്നിനും ഓരോന്ന് പോലെ. മിനുക്ക് സ്ത്രീ കഥാപാത്രങ്ങൾക്ക്. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഇത് പഠിച്ചോക്കാം. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയാണ് 5 വേഷങ്ങളാണ് കഥകളിയിലുള്ളതെന്ന് ഓർത്തു വെക്കാം. അതോടൊപ്പം അതിന്റെ വാദ്യങ്ങള് കുറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നതിൽ കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യമല്ലാത്തത് ഏത്? കഥകളിയിൽ ഉപയോഗിക്കുന്നത് ഏത്? പഠിച്ചു വെച്ചോ. ഏതൊക്കെയാണ്? മദ്ദളം ഉറപ്പായിട്ട് കഥകളിക്ക് ആവശ്യമുണ്ട്. ചെണ്ട, ചേങ്കില, ഇലത്താളം കേട്ടോ. കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? എന്തൊക്കെയാന്ന് നോക്കി. മദ്ദളം, ചെണ്ട, ചേങ്കില, ഇലത്താളം. ഇനിയോ ഇതിന്റെ ചടങ്ങുകള്. കേളികൊട്ടുണ്ട്, കേളികൊട്ട് കഥകളി ഉണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. അരങ്ങ് കേളി, തോടയം, അതുപോലെ വന്ദന ശ്ലോകം, പിന്നെ പുറപ്പാട്, ലാസ്റ്റ് മേളപ്പദം. ഇത്രയുമാണ് കഥകളിയുടെ ചടങ്ങ് കേട്ടോ. കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപദം. അപ്പൊ കഥകളിയിൽ നിന്ന് ചോദിക്കാൻ ഇത്ര മാത്രം ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കഥകളിയിലെ വേഷവും വാദ്യവും ചടങ്ങുകളും ഓർത്തു വെക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അടുത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 3 മാർക്ക് വരെ ശൈലികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ശൈലികൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ആലോചിച്ച് അതിന്റെ ഓപ്ഷനും നോക്കി സമയം കളയരുത്. കാരണം ഈ ശൈലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ജനങ്ങള്, അതായത് നമ്മുടെ പഴമക്കാര്, അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും അവര് നിർമ്മിച്ചെടുക്കുന്ന കുറെ ആശയങ്ങളുണ്ട്, കുറെ തത്വങ്ങളുണ്ട്, ജീവിതമായിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. ഇതിനെയാണ് നമ്മൾ ശൈലികൾ എന്ന് പറയുന്നത്. പ്രയോഗങ്ങള് അല്ലെങ്കിൽ ശൈലികള്. അപ്പൊ നിങ്ങൾ ചോദ്യം വായിക്കാം, നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിങ്ങൾ അതിന്റെ ആശയത്തെ കണ്ടെത്താം, ഉത്തരത്തിലേക്ക് എത്താം. നോക്കിയേ, അളമുട്ടയാൽ ചേരയും കടിക്കും. ഈ ഒരു വാക്യം കിട്ടിയാൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആശയം എന്താ? അളമുട്ടിയ ചേരയും കടിക്കും. നമ്മൾ ഇത് പറയുന്ന വാക്കുകളാണ് പലരും അല്ലെ. നമ്മള് ഗതി കേട്ട് കഴിഞ്ഞാൽ, നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഗതി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതും ചെയ്തു പോവും എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് എല്ലാവരുടെയും വരുന്നില്ലേ? യെസ്, ഉണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, നിങ്ങളാ പുറമേന്ന് കാണുന്ന പോലെ ഒന്നല്ല ബാക്കിയല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചെടുക്കാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കാം. പറയും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നു. അതുപോലെ ചെണ്ട കൊട്ടിക്കുക. ഒരാളെ നമ്മൾ ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? അപമാനിക്കുക. അതുപോലെ തന്നെ ആകാശ കോട്ട ഇട്ടുക. ആകാശത്ത് ആർക്കെങ്കിലും കോട്ട ഇട്ടാൻ പറ്റുമോ? അപ്പൊ എന്താ? കടലിൽ കായം കളിക്കുക. കടലിൽ കായം കളിക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കടലിൽ കായം കളിക്കുക എന്ന് പറഞ്ഞാല് നിഷ്ഫലമായ പ്രവൃത്തി, ഒന്നും ചെയ്യാനില്ലാത്ത കാര്യം. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാല് ശൈലികളുടെ ഓപ്ഷൻ. ഒന്ന് മ്യൂട്ട് ചെയ്യണം മിസ്സേ.
ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉത്തരത്താൻ പറ്റും. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയാൽ ഏള മുട്ടിയാല് ചേരയും കടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ നോക്കിയാ വഴി തടയുക ആണോ? അല്ല. വേദനിപ്പിക്കുക ആണോ? അല്ല. ഇവിടെ എന്താ ഉത്തരം വരുന്നേ? ഗത്യന്തരം ഇല്ലാതാവുക. അപ്പൊ ശൈലികളിൽ നിന്നോ പഴഞ്ചൊല്ലിൽ നിന്നോ ചോദ്യം വന്നാല് 4 ഓപ്ഷനും വായിച്ച് കറക്കി കുത്തി അതിനെ നശിപ്പിച്ച് കളയരുത്. സ്വന്തമായിട്ട് ഒന്ന് ചിന്തിക്കുക, കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. അതോടുകൂടി ശൈലിയിൽ നിന്നുള്ള 2ഓ 3ഓ മാർക്ക് നമ്മുടെ കയ്യിൽ ഭദ്രമായി എത്തും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാരിതക്രിയ ഏത്? കേൾക്കുന്നു, കളയുന്നു, പറയുന്നു, ചാടുന്നു. ഏതാ വരുന്നേ? കേൾക്കുന്നു. ഉറപ്പായിട്ടും കേൾക്കുന്നതാണ്. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചു വെച്ചോ. ഇത് ക്രിയ എന്ന് പറയുന്ന ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ക്രിയ എന്ന് പറയുന്നതിനെ തന്നെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ പലതായിട്ട് തിരിച്ചതില് ഒന്ന് ഞാൻ പറയുന്നതിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ, ഇല്ലെങ്കിൽ പിന്നെ റെക്കോർഡ് ക്ലാസ് കണ്ട് മെല്ലെ എഴുതി വെക്കാം. ഇവിടെ ക്രിയ എന്ന് പറയുന്നത് പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഈ ക്രിയയെ തന്നെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് സകർമ്മകം അകർമ്മകം. സകർമ്മകം അകർമ്മകം. രണ്ടാമത്തേതാണ് കേവലക്രിയ പ്രയോജക ക്രിയ. മൂന്നാമത്തെ ക്രിയയാണ് മുറ്റുവിന പറ്റുവിന. ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് പ്രധാനമായിട്ട് തിരിച്ചത് ഓർക്കാം. ഓക്കെ, ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ ചിന്തിക്കാം എളുപ്പത്തിന്. അതിൽ ആദ്യത്തേത് സകർമ്മകം. താഴെ തന്നിരിക്കുന്നവയിൽ സകർമ്മക ക്രിയക്ക് ഉദാഹരണം ഏത് എന്ന ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം, താഴെ തന്നിരിക്കുന്നവയില് സകർമ്മക ക്രിയക്ക് ഉദാഹരണം ഏത് എന്ന ചോദ്യമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ അതിൽ നോക്കേണ്ടത് അതിനകത്ത് ആരെ, എന്തിനെ എന്നീ ചോദ്യത്തിന് ഉത്തരവുണ്ടോ എന്ന് നോക്കാം. അതായത് അമ്മ കുഞ്ഞിനെ എടുത്തു എന്ന വാക്യം ഏത് ക്രിയക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റണം ആരെ, എന്തിനെ. ആരെ? കുഞ്ഞിനെയാണ്. എന്തിനെ? കുഞ്ഞിനെയാണ് അല്ലെ? ആരെ, എന്തിനെ? അമ്മ കുഞ്ഞിനെ എടുത്തു. അപ്പൊ ഇങ്ങനെ ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് കൊല്ലുക, കടിക്കുക, അടിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ആരെ, എന്തിനെ എന്ന് ചോദിക്കാം. ഇങ്ങനെ ഒരു ക്രിയയുടെ അർത്ഥത്തില് ആരെ, എന്തിനെ എന്നീ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമ്മകമാണ്. ഇങ്ങനെ ഒന്നും ഉത്തരം കിട്ടുന്നില്ല, ഇപ്പൊ തിന്നുന്നു, ഉറങ്ങുന്നു, ഇതിനൊക്കെ ആരെ, എന്തിനെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചോദ്യമൊന്നും ഇല്ലാത്ത ക്രിയ ആണെങ്കിൽ അത് അകർമ്മകം. അപ്പൊ ഒരു ക്രിയക്കകത്ത് ആര്, എന്തിനെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അത് സകർമ്മകം. അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അകർമ്മകം. കിട്ടിയല്ലോ? ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് സ്ലോ ആവാൻ പറ്റില്ല. സ്പീഡ് വളരെ വളരെ കുറവാണ് ഞാൻ. ഓക്കെ, പറയട്ടെ അടുത്തത്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് എന്ത്? നമ്മൾ പറഞ്ഞു കേവലക്രിയ എന്നും പ്രയോജക ക്രിയ എന്നും. കേവലക്രിയ എന്ന് പറഞ്ഞാല് കർത്താവ് സ്വന്തമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആരെ നിർബന്ധവും ഇല്ലാണ്ട് കർത്താവ് ഒറ്റക്ക് ഇതാ പഠിക്കുന്നു, ഒറ്റയ്ക്ക് ചെയ്യാണ്. പഠിക്കുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു, ചാടുന്നു, അങ്ങനെ ആര് പ്രേരണയില്ലാണ്ട് കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അതാണ് കേവലക്രിയ എന്ന് പറയുന്നത്. പ്രയോജക ക്രിയ എന്ന് പറഞ്ഞാല് മറ്റൊരാളുടെ പ്രേരണയിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സാന്നിധ്യത്തിലോ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രയോജക ക്രിയ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നു, തിന്നിപ്പിക്കുന്നു, ചാടിപ്പിക്കുന്നു, കാട്ടുന്നു. കാട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് കാട്ടിക്കൊടുക്കല്ലേ, അപ്പൊ ഒരാളുടെ സാന്നിധ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരാളുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ ഒരാളുടെ പ്രേരണയിലോ ചെയ്യുന്നതാണെങ്കിൽ അത് പ്രയോജക ക്രിയ. കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് കേവലക്രിയ എന്ന് പറയുന്നത്. കിട്ടിയോ? കിട്ടിയോ? ഒന്ന് ഉത്തരം പറഞ്ഞേ. കിട്ടിയോ? ഓക്കെ മിസ്. പ്രയോജനക്രിയ ഒന്നുകൂടെ പറയാമോ? കുഞ്ഞു നോട്ട് ഉണ്ടാക്കാം, എന്നിട്ട് ഡൗട്ട് ആണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കണ്ട് അതിനെ മനസ്സിലാക്കാം. കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് കേവലം, മറ്റൊരാളുടെ പ്രേരണയിലോ മറ്റൊരാളുടെ നിർബന്ധത്തിലോ സാന്നിധ്യത്തിലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രയോജക ക്രിയ. ഇനി നമ്മൾ വരുവാണേ, ഈ കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് കേവലക്രിയ എന്ന് പറഞ്ഞല്ലോ. ഈ കേവലക്രിയയെ തന്നെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് കാരിതം, അകാരിതം.
കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയെ, കേവല ക്രിയയെ രണ്ടായിട്ട് തിരിച്ചു. കാരിതം, അകാരിതം. കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം ആ പദത്തിനോടൊപ്പം ഒരു കു എന്ന് പറയുന്ന ഒരു അക്ഷരം നിങ്ങൾ കാണുന്നുണ്ടോ? അത് കാരിതം. ഈ കു ഇല്ലെങ്കിൽ അതെല്ലാം അകാരിതം. നോക്കിക്കേ, കേൾക്കുന്നു, പഠിക്കുന്നു, നോക്കുന്നു, ഇങ്ങനെ കു എന്ന് പറയുന്ന അക്ഷരമൊക്കെ അവിടെ വരുന്നത് കൊണ്ട് തന്നെ അത് കാരിതമാണ്. എന്നാൽ കളയുന്നു, പറയുന്നു, ചാടുന്നു, പാടുന്നു, തിന്നുന്നു, ഇങ്ങനെ കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്നതും അതിനോട് കു ഇല്ലാത്തത് കൊണ്ട് അത് അകാരിത ക്രിയയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാരിതക്രിയ ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ടത് കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം കു ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കാരിതം. കു ഇല്ലേ? ഇല്ലെങ്കിൽ അത് അകാരിതം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കേവലക്രിയാണോ കാരിതമാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ തിരിവില് നമ്മൾ പറഞ്ഞു മുറ്റുവിന പറ്റുവിന അല്ലെ. വിന എന്ന് പറഞ്ഞാൽ ക്രിയ എന്നാണ് അർത്ഥം. അപ്പൊ നോക്കിക്കേ, മുറ്റുവിന. മുറ്റുവിന നമ്മൾ ഒരാളെ പറയാം അവൾക്ക് ഭയങ്കര മുറ്റ എന്ന് പറഞ്ഞ എന്താ? ഭയങ്കര തന്റേടാണ് അല്ലെ, ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയുള്ളവനാണ്. അതായത് മറ്റൊരാളുടെ സഹായവും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്രിയകളെയാണ് നമ്മൾ മുറ്റുവിന എന്ന് പറയുന്നത്. ചെയ്തു, ചെയ്യുന്നു, പറയുന്നു, പോകാം, നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് അങ്ങ് ഇട്ടുകൊടുക്കാൻ തോന്നുന്ന പ്രയോഗങ്ങളാണ് എന്ത്? മുറ്റുവിനക്ക് വരുന്നത്. അങ്ങനെയുള്ള ക്രിയയാണ് മുറ്റുവിന. എന്നാൽ പറ്റുവിന ആ പേര് പോലെ തന്നെ മറ്റൊരു പദത്തോട് പറ്റി നിൽക്കുന്ന ക്രിയ, പറ്റി നിൽക്കുന്ന ക്രിയയാണ് പറ്റുവിന. ചെയ്യുന്ന, കേട്ട, കണ്ട, പറഞ്ഞ, കണ്ട, പറഞ്ഞ കാര്യം, മറ്റൊരു വാക്ക് വേണം അവിടെ, കേട്ട കഥ. അപ്പോ ഇങ്ങനെ ഒരു പൂർണ്ണതയില്ലാതെ കണ്ട, പറഞ്ഞ, ചെയ്ത, കേട്ട, ഇങ്ങനെ മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്നത് മാത്രമാണെങ്കിൽ അത് പറ്റുവിനെയാണ്. എന്നാൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊടുക്കുന്ന തോന്നുന്നതാണെങ്കിൽ അത് പൂർണ്ണക്രിയയാണ്. അപ്പൊ നമ്മൾ ക്രിയയുടെ 3 തിരിവാണ് പറഞ്ഞത്. ഒന്ന് സകർമ്മകം, അകർമ്മകം. ആര് എന്തിനെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് സകർമ്മകം, ഉത്തരം കിട്ടുന്നില്ലേ അകർമ്മകം. രണ്ടാമത്തത്, ഒരു കർത്താവ് ഒരു സ്വന്തമായിട്ട് ഒരു പ്രവൃത്തി അങ്ങ് ഇഷ്ടത്തിന് ചെയ്യുകയാണെങ്കിൽ അത് കേവലം. ഇനി മറ്റൊരാളുടെ പ്രേരണയിലോ സാന്നിധ്യത്തിലോ ആണെങ്കിൽ അത് പ്രയോജകമാണ് എന്ന് പറഞ്ഞു. അവിടെ തന്നെ കേവല ക്രിയയെ കാരിതമെന്നും അകാരിതമെന്നും തിരിച്ചു. കാരിതം കർത്താവ് സ്വന്തമായി ചെയ്യുന്നതിനോട് കൂ ചേർന്നു, അകാരിതം കൂ ചേർന്നിട്ടില്ല. ഇത്രേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ തിരിവ് മുറ്റുവിന പറ്റുവിന. മുറ്റുവിന എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കാൻ തോന്നുന്ന ക്രിയകൾ, ചെയ്തു, പറഞ്ഞു, കേട്ടു, അവിടെ അത് കഴിഞ്ഞു. എന്നാൽ പറ്റുവിന മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു അപൂർണ ക്രിയയാണ്. ചെയ്ത, കേട്ട, കണ്ട. ഇത്രയും കിട്ടിയോ? കിട്ടിയോ? ഇല്ലേ? കിട്ടിയില്ലേ? കിട്ടി മിസ്സേ. വരണേ. ഓക്കെ, ഇനി നമ്മള് ഇവിടെ വേറൊരു ചോദ്യം വരാനുണ്ട്. ആ ചോദ്യത്തിന്റെ സമയമാകുമ്പോൾ ഞാൻ ഒന്നുകൂടി ചോദിക്കും. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. പറ്റുവിന എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഈ പറ്റുവിനയെ പറ്റി നിൽക്കുന്നതാന്ന് പറഞ്ഞല്ലോ. പറ്റുവിനക്ക് തന്നെ പ്രധാനമായിട്ടും ഉണ്ടല്ലോ ഈ വിനയച്ചം. അവിടെ നിൽക്കട്ടെ, വിനയെ തന്നെ, പറ്റുവിനയെ തന്നെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ പല പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ടാവും. ഒന്ന് മുൻവിനയച്ചം, മുൻ, പിൻ, തൻ, നടു, പാക്ഷിക വിനയച്ചം. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ പരീക്ഷ പേപ്പറിൽ? അപ്പോ മുൻ, പിൻ, തൻ, നടു, പാക്ഷിക വിനയച്ചം. മുൻ വിനയച്ചം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ 2 ക്രിയകൾ അടുപ്പിച്ച് നിൽക്കുന്നുണ്ടാവും, ഒരു പ്രത്യയവും ഉണ്ടാവില്ല. ചെന്നു പറഞ്ഞു, പോയി കണ്ടു, വന്നു നിന്നു, കേട്ട് നിന്നു, കണ്ടോ? 2 ക്രിയകള് സാധാരണ പോലെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വരുന്നത് മുൻവിനയിച്ചായിരിക്കും. പിൻവിനയിച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്താൽ മതി, അതിന്റെ മധ്യത്തില് ആൻ എന്ന് പറയുന്ന ഒരു പ്രത്യയം ഉണ്ടാവും. അതായത് താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ പിൻവിനയിച്ചത്തിന് ഉദാഹരണം ഏത്? കാണാൻ വന്നു, അത് പിൻവിനയിച്ചാണ്. കാണാൻ വന്നു, പറയാൻ വന്നു, നോക്കാൻ പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞു. അപ്പോ പദങ്ങളുടെ മധ്യത്തിലെ ആൻ എന്ന് പറയുന്ന ഒരു പ്രത്യയം, ആൻ എന്ന പ്രത്യയം ഉണ്ടോ അത് പിൻവിനയിച്ചാണ്. 2 ക്രിയ സാധാരണ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ മുൻവിനയിച്ചം, എന്നാൽ അവിടെ പദത്തിന്റെ മധ്യത്തിൽ ആൻ എന്ന് പറയുന്ന പ്രത്യയം ഉണ്ടോ അത് പിൻവിനയിച്ചമാണ്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? മുൻവിനയിച്ചം, പിൻവിനയിച്ചം. തൻ വിനയിച്ചം എന്ന് പറഞ്ഞാല് തനിയെ നിൽക്കുന്ന വിനയിച്ചം. അതിന്റെ പ്രത്യയം ആർക്കെങ്കിലും അറിയോ?
അവേ ഏവേ അത് തന്നെ. എ എന്നോ എന്നോ അവേ എന്നോ പ്രത്യയം വരും. അതായത് കാണെ പറഞ്ഞു, കേൾക്കെ പറഞ്ഞു, ഇങ്ങനെയുള്ള എയും വരാം. അല്ലെങ്കിൽ കാണവേ പറഞ്ഞു, കേൾക്കവേ പറഞ്ഞു. ഇങ്ങനെ അവേ എന്നോ എ എന്നോ പ്രത്യയമാണ് അവിടെ വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് തൻവിനേച്ച. മിസ് എയും വേറെ ഏതായിരുന്നു? എയും തേയും ആണോ? അതെ. ാണ് നടുവിനേശത്തിന് പ്രത്യേകമില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലത്തെ വാക്ക് വരുന്നുണ്ടെങ്കിൽ അത് നടുവിനേച്ചാണ്. അപ്പൊ ഭൂതകാലത്തെ മുൻവിനേച്ചൻ രണ്ട് ക്രിയകൾ ഒന്നിച്ചിട്ട് പിൻവിനേച്ചാണെങ്കിൽ ആൻ പ്രത്യയം വരും എന്ന് പറഞ്ഞു. മൂന്നാമത്തത് തൻവിനേച്ചാണെങ്കിൽ അവേ എന്ന പ്രത്യയം വരും എന്ന് പറഞ്ഞു. നടുവിനേച്ചമാണെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന ക്രിയ ആക ഉഘ പ്രത്യയങ്ങൾ ലാസ്റ്റ് വരും എന്ന് പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പാക്ഷിക വിനേച്ചം പാക്ഷിക വിനേച്ചം എന്ന് പറഞ്ഞാല് എന്താ പ്രത്യയം? വേഗം പറഞ്ഞേ. അല്ലെ? കാണുകിൽ പറയാം, കാണുകിൽ പറയാം, കണ്ടാൽ പറയാം, തന്നാൽ തിന്നാം, പഠിച്ചാൽ ജയിക്കാം. അപ്പം കാണുകിൽ ഇൽ കൽ ഇൽ ആൽ പ്രത്യയങ്ങളാണ് അവിടെ വരുന്നതെങ്കിൽ അത് പാക്ഷിക വിനേച്ച. ഇതാണ് ക്രിയ എന്ന് പറയുന്നത്. അപ്പൊ സകർമ്മക ക്രിയ ചോദിച്ചാലും എഴുതണം, ക്രിയയിൽ കാരിതം ചോദിച്ചാലും എഴുതണം. മുൻ പിൻ തൻ നടു പാക്ഷിക വിനേച്ചത്തിന്റെ പ്രത്യയങ്ങൾ മാത്രം പഠിച്ചു വെക്കാം. എന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? നടുവിനേച്ചെന്ന് പറഞ്ഞുതരോ? നടുവിനേച്ചം ആക്കാവുക പ്രത്യയം. അതായത് ഒന്നുമില്ല, പറയുക, കേൾക്കുക, കാണാ, പറയാ, കണ്ട, ഇങ്ങനെ ആക്കാവുക നമ്മൾ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ. അതിന്റെ ലാസ്റ്റ് ആയോ കായോ ഉഗ്യോ ഒക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ വരുന്ന പദമാണ് അവിടെ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആവർത്തിച്ച് വരുന്ന മറ്റൊരു ചോദ്യമാണ്. നോർമൽ ക്വസ്റ്റ്യൻ. ഭാഷാ പഠനത്തിലെ അടിസ്ഥാന ശേഷികളുടെ ശരിയായ ക്രമം ഏത്? എഴുത്ത്, വായന, ഭാഷണം, ശ്രവണാണോ? ശ്രവണം, ഭാഷണം, വായന, എഴുത്താണോ? ഭാഷണം, ശ്രവണം, വായന, എഴുത്താണോ? ഭാഷണം, ശ്രവണം, എഴുത്ത്, വായന. എങ്ങനെയാ കുട്ടികൾ പഠിക്കുന്നേ? ഓപ്ഷൻ ബി. ഉറപ്പായിട്ടും ഓപ്ഷൻ ബി ആണ് അല്ലെ? കുട്ടികളെ നമുക്കറിയാം, കുട്ടികളെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾ ആദ്യം ശ്രദ്ധിക്കും. എന്നിട്ട് ഇത് ശ്രദ്ധിച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യും? അത് സംസാരിക്കും. അത് സംസാരിച്ച് പിന്നെ അതെന്ത് ചെയ്യും? കുട്ടികൾ വായിക്കാൻ തുടങ്ങും, മെല്ലെ മെല്ലെ അക്ഷരങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ എഴുത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ഭാഷ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ളത് വളരെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ശ്രവണം, ഭാഷണം, വായന, എഴുത്ത് അല്ലെ? കുഞ്ഞു മക്കളെ നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാല് ഉത്തരത്തിലേക്ക് എടുക്കാം. ഇതാ നേരത്തെ ഞാൻ ചോദിച്ചത്, ഇതും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഇനി വിശദീകരിക്കില്ല. പിൻവിനേച്ചത്തിന് ഉദാഹരണം ഏത്? പെട്ടെന്ന് പറഞ്ഞു. ചെന്ന് പറഞ്ഞു, വരാൻ പറഞ്ഞു, പോയാൽ കാണാം, പോകവേ കണ്ടു. ബി. വരാൻ പറഞ്ഞു. അല്ലെ? അത് തന്നെ. പിൻവിനേച്ചം എന്ന് പറഞ്ഞാൽ ആൻ പ്രത്യയം പറഞ്ഞു. ചെന്ന് പറഞ്ഞു മുൻവിനേച്ചാണ്, രണ്ട് ക്രിയ അടുത്ത്. പിൻവിനേച്ചാണ്, പോകവേ കണ്ടു തൻവിനേച്ചമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അടുത്തത് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ ഇതും അതുപോലെ ചോദ്യം വരുന്ന മറ്റൊന്നാണ്. സംസാര സാഗരം എന്ന സമസ്ത പദത്തെ വിഗ്രഹിക്കുന്നതിന് സമാനമായി വിഗ്രഹിക്കാവുന്ന പദം ഏത്? ഇവിടുത്തെ വിഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആശയം, ഒരു വാക്യത്തിന് വ്യക്തമായിട്ട് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. ആശയം വിപുലീകരിക്കാന്ന അർത്ഥം. ഇങ്ങനത്തെ ചോദ്യം ഉറപ്പുണ്ട്. ഈ സംസാര സാഗരത്തെ എങ്ങനെ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും? എന്താ ഈ സംസാര സാഗരം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നതിന്? സംസാരമാകുന്ന സാഗരം എന്ന് പറയൂ, അല്ലെങ്കിൽ സംസാരത്തിന്റെ സാഗരം എന്ന് പറയൂ, എന്താ പറയാ? സംസാരമാകുന്ന സാഗരം. ഒന്നും അതിനോട് യോജിക്കാൻ പോകുന്നില്ല. സംസാരമാകുന്ന സാഗരം അല്ലെ? അപ്പൊ നമ്മുടെ നോക്ക, അതുപോലെ വരുന്ന പദം ഇവിടെ ഏതാ? തേങ്ങാപ്പൂള്. തേങ്ങയാകുന്ന പൂള് നമ്മൾ പറയുവോ? തേങ്ങാപ്പൂള് പറയോ? തേങ്ങയുടെ പൂള് എന്ന് പറയും. ജീവിതമാകുന്ന നൗക. ജീവിതം അല്ലെ?
ജീവിതമാകുന്ന നൗക. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇതുപോലെ സമസ്ത പദത്തെ വിഗ്രഹിക്കുക, സമാനമായ പദം കണ്ടെത്തുക എന്ന് പറഞ്ഞാല് നിങ്ങൾ ആശയ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഉചിതമായ രീതിയിൽ അതിന്റെ അർത്ഥത്തെ ഒന്ന് ചേർത്ത് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഷ, ഷ, സ എന്നീ അക്ഷരങ്ങളെ ഉൾപ്പെടുത്തുന്ന വിഭാഗം ഏത്? ഇവിടെ നോക്കി, ഘോഷങ്ങൾ, ഊഷ്മാക്കൾ, മധ്യമങ്ങൾ, അധികരങ്ങൾ. ആർക്കെങ്കിലും ഉത്തരം അറിയോ? ബി അല്ലേ മിസ്സേ? ഊഷ്മാക്കളാണ്. ഊഷ്മാക്കൾ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഊഷ്മാക്കളാണ് ഇതിന്റെ ഉത്തരം. ഇതറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിലേക്കൊന്ന് നോക്കിക്കോ. നമ്മൾ സ്കൂളിൽ LP സ്കൂളാണ്. അപ്പൊ അക്ഷരങ്ങളുടെ തിരിവുകൾ മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനകത്തുണ്ടല്ലോ എങ്ങനെയാ പറയാന്നറിയാം, നമ്മൾ കുട്ടികളെ ഉച്ചരിക്കാൻ പഠിപ്പിക്കുമല്ലോ. ഉച്ചരിപ്പിക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അവരോട് പറയും വളരെ മൃദുലമായിട്ട്. നിങ്ങൾ ഏതെങ്കിലും ടീച്ചർമാര് കുട്ടികൾക്ക് ഈ മല വരച്ചു കൊടുക്കുന്ന പോലെ അക്ഷരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇതുവരെ? താഴെ നിന്ന് എടുക്കുമ്പോ ക ക എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് അല്ലെ. അതിന്റെ കുറച്ചുകൂടി മുകളിലെത്തുമ്പോഴോ ഘ, കുറച്ചുകൂടി ഒരു കട്ടി തോന്നി. മൂന്നാമത്തെ ഘ, ഇനി അതവിടെ ലളിതമായിട്ട് വന്നു. പിന്നെ ഒന്ന് കട്ടി കൂടി, പിന്നെ എന്ത് ചെയ്തു? കട്ടി കുറഞ്ഞു. അങ്ങനെയല്ലേ വരുന്നത് ഉച്ചാരണം അല്ലേ? നിങ്ങൾ ആരും പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ഇതിനെങ്ങനെ നമ്മൾ ഉച്ചരിക്കുന്നതിനനുസരിച്ചിട്ടുണ്ടല്ലോ ഇതിനൊരു പേരുണ്ട്. ഈ പേരാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അതിലാദ്യം പറയുകയാണെങ്കിൽ ഈ ക, ച, ഡ, ത, പ, യ, സ. യാ സായൊന്നുമില്ല. ഇവിടെ ക മുതൽ മാ വരെ മാത്രം നിങ്ങളൊന്ന് നോക്കുക. യാരാലവയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ക മുതൽ മാ വരെ മാത്രം നോക്കുക. എന്നിട്ട് ഈ കാക്ക് താഴെയുള്ള ക, ച, ഡ, ത, പ, ഈ 5 എണ്ണവും നമ്മൾ വളരെ ലളിതമായിട്ടാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരെന്താണെന്നറിയോ? ഖരം. അപ്പൊ തന്നിരിക്കുന്ന പദത്തിൽ ഖരശബ്ദത്തിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാല് ഈ വരുന്ന 5 അക്ഷരവും ഖരാണ്. ക, ച, ഡ, ത, പ, ഈ 5 എണ്ണവും ഖരാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വ്യഞ്ജനാക്ഷരം എഴുതി അതിന്റെ മുകളിൽ എഴുതിയാൽ മതി. കായും കായുടെ താഴെ വരുന്ന എല്ലാം ഖരമാണ്. രണ്ടാമത്തത് എന്താണ്? കുറച്ചുകൂടി ഉച്ചാരണം ലളിതാണ്. പക്ഷെ അതിന് നമ്മൾ പറയുന്നത് എന്താ? അധികരം. ആ ഘായും അതിനിടയിലുള്ള ഛ, ഠ, ധ, ഭ, ഇതൊക്കെ വരുന്നത് അധികരം. അധികരം. മൂന്നാമത്തെ ലൈൻ കണ്ടില്ലേ? താഴേക്ക് ഒരു അസംബ്ലി പോലെ ചിന്തിച്ചാൽ മതി. മൂന്നാമത്തേക്കിന്റെ താഴേക്ക് നിൽക്കുന്നതിന് നമ്മൾ പറയും മൃദു അല്ലെ. ഘ, ജ, ഡ, ദ, ഭ, ല. ല വേണ്ട, ഭ വരെ കേട്ടോ. ഇവിടെ മൂന്നാമത്തെ ലൈൻ ആണെങ്കിൽ അതിന് നമുക്ക് പറയാം മൃദുവാണ്. അത് മൃദു. നാലാമത്തെ നോക്കിയേ, ഘ, ഘോഷം കേട്ടോ. ഘോഷം, ഘോഷം, ഘോഷയാത്ര, ഘോഷ ശബ്ദങ്ങളാണ് ആ ഭ വരെ നിൽക്കുന്നത്. ലാസ്റ്റ് വരുന്ന ങ, ഞ, ണ, ന, മ, അത്രയും വരുന്നത് അനുനാസികം. ങ, ഞ, ണ, ന, മ, അനുനാസികം. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ അനുനാസിക ശബ്ദം ഏതെന്ന് ചോദിച്ചാല് ഈ ങായോ, ഞായോ, ണായോ, നായോ, മായോ ഏത് വന്നാലും അനുനാസികമാണ്. അക്ഷരങ്ങൾ അറിയെങ്കിൽ സിമ്പിൾ ആയിട്ട് എഴുതാം. അപ്പൊ ആദ്യത്തത് ഖരം. ആദ്യത്തെ ഒരു ഒരു അസംബ്ലിക്ക് നിൽക്കുന്ന 1-ാം ക്ലാസ്സുകാരാണ് ആദ്യത്തേത് ഖരം. രണ്ടാമത്തെ ആൾക്കാർ അധികരം. മൂന്നാമത്തെ ആൾക്കാരാണെങ്കിൽ എന്താ? ഖരം, അധികരം, മൃദു. നാലാമത്തത് ഘോഷം. 5 അനുനാസികം. ഇനി ലാസ്റ്റ് വരുന്ന നോക്കിക്കോ. ഇവിടെ യാ, രാ, ല, വ, ഈ 4 എണ്ണത്തെ നമ്മൾ പറയുന്ന പേരാണ് മധ്യമങ്ങൾ. എന്താ? മധ്യമങ്ങൾ. യാ, രാ, ല, വ, ഈ 4 എണ്ണത്തെ നമുക്ക് പറയാം മധ്യമങ്ങൾ. മധ്യമങ്ങൾ. അടുത്തത് വരുന്ന ഷ, ഷ, സ, ഇവയെ നമുക്ക് പറയാം ഊഷ്മാക്കൾ. ഓക്കെ. ഷ, ഷ, സ, ഇത് ഊഷ്മാക്കൾ. ഇനി ഇവിടെ ഹ എന്ന് പറയുന്നത് മാത്രമാണെങ്കിൽ ഹ ഘോഷി. ഘോഷമല്ല, ഘോഷി. മാറിപ്പോകരുത്, ഘോഷി. ഇനി ള, ഴ, റ എന്നിവയാണെങ്കിൽ ദ്രാവിഡ മധ്യമങ്ങൾ. ഇങ്ങനെ അക്ഷരത്തെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ക, ച, ഡ, ത, പ എന്ന് വരുന്നത് ഖരാണ്. രണ്ടാമത്തേത് അധികരാണ്. മൂന്നാമത് വരുന്നത് മൃദുവാണ്. നാലാമതൊക്കെ വരുന്നത് ഘോഷാണ്. അഞ്ചാമത് വരുന്നത് അനുനാസികാണ്. താഴെ നിന്ന് നോക്കുമ്പോൾ യാ, രാ, ല, വ ആണെങ്കിൽ അവ മധ്യമങ്ങളാണ്. അതുപോലെ ഷ, ഷ, സ ഊഷ്മാക്കളാണ്. ഹ ഘോഷിയാണ്. ള, ഴ, റ ദ്രാവിഡ മധ്യമങ്ങളാണ്. അപ്പൊ ഇതുപോലെ നിങ്ങളോട്
ചോദ്യങ്ങൾ വരാറുണ്ട്. ഷ, ഷ, സ എന്നീ അക്ഷരങ്ങൾ ഉൾപ്പെടുന്നത് ഊഷ്മാക്കളിലാണ്. കിട്ടിയല്ലോ? മിസ്സേ ഘോഷ് ഒന്ന് പറയോ? ഘോഷ്. ഘോഷി പറയുന്നത് ഹ മാത്രമേ ഉള്ളൂ. ഘോഷി ഹ മാത്രം. ഘോഷമാണെങ്കിൽ ബാക്കിയൊക്കെ വരുന്നത്. ഇവിടെയും നമ്മൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ആഹ്ലാദകരമായ ഞങ്ങളെ ആ തീരുമാനം സന്തോഷിപ്പിച്ചു. രാമു ആദ്യവും പിന്നീട് രാജുവും വന്നു ചേർന്നു. പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് ഫലമില്ല. ഇതിലേതാ കറക്റ്റ്? വേഗം പറഞ്ഞോ. ശരിയായ വാക്യം ഏതാ ഇതിനകത്ത്? ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഫലമില്ല. സ്നേഹിതനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഫലമില്ല. സ്നേഹിതനാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണെന്ന് പറയുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ടീച്ചേഴ്സ് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇവിടെ ഇതിൽ ഏതാ ശരിയെന്ന് വെച്ചാൽ ഞാൻ പറയും ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. അതാണോ കറക്റ്റ്? അതെ. നോക്കിക്കോ. അതെയോ? അവൾക്കും എന്ന് പറയുമ്പോ കൂടി വേണ്ടല്ലോ. ഇവിടെ നോക്ക്. കൂടി ആദ്യത്തെ option അവൾക്കും കൂടി ഒന്നിച്ചല്ലേ വരുന്നേ? നോക്കാം അവൾക്കും നമുക്ക്. കേൾക്കാം. നോക്ക്, ആഹ്ലാദകരമായ ഞങ്ങളെ ആ തീരുമാനം സന്തോഷിപ്പിച്ചു. വാക്യമേ തെറ്റാണ് അല്ലെ? എങ്ങനെയാ പറയാ നമുക്ക്? ഞങ്ങളെ ആഹ്ലാദകരമായ ആഹ്ലാദകരമായ ആ തീരുമാനം തീരുമാനം സന്തോഷിപ്പിച്ചു സന്തോഷം. അല്ലെ? അങ്ങനെ പറയാം. രണ്ടാമത്തെ നോക്കിയാ, അപ്പൊ രാമു ആദ്യവും പിന്നീട് രാജുവും വന്നു ചേർന്നു എന്ന് പറയുവോ നമ്മള്? ഇല്ല ഇല്ല. ആദ്യം രാമു രാജു വന്നു ചേർന്നു എന്ന് പറയാം. മൂന്നാമത്തത് പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. അവിടെ നമുക്ക് പാടുന്നത് അവൾക്കും കേൾക്കാം എന്ന് മതി. കൂടി എന്ന് പറയുന്നതിന്റെ ആവശ്യമില്ല. ഓൾറെഡി ഒരാശയം അവിടെ വന്നു. ഇനി ലാസ്റ്റോ, സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഫലമില്ല. അത് കറക്റ്റ് ആണോ? പറഞ്ഞത് കൊണ്ടുവരൂ മിസ്സേ. ഈ വാക്യവും തെറ്റാണ്. ഇതിനകത്തുണ്ടല്ലോ 4ഉം തെറ്റാ. സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് ഫലമില്ല. സ്നേഹിതനാണെന്ന് ആണെന്ന് പറഞ്ഞത് കൊണ്ട്. കൊണ്ട് എന്താ? പറഞ്ഞതിന്റെ കൂടെ കൊണ്ടുവരുമോ? സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് ഫലമില്ല എന്ന് പറയുന്നതിൽ എന്താ മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നേ? അതിന് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. എന്താ ഉള്ളത്? അല്ല, ഒരു തീരുമാനത്തിൽ അങ്ങ് എടുത്ത്. ഇത് ശരിയാണോ തെറ്റാണോ? പെട്ടെന്ന് ഇത്ര സിമ്പിൾ വാക്ക് വേഗം. തെറ്റാണ്. തെറ്റാണ്. അതെന്താ തെറ്റാ? ആണെന്നും കൊണ്ടും എന്നൊന്നിച്ച് വരുവോ? അങ്ങനെയല്ല. ആണെന്ന് ഫലമില്ല. ആ ഒരു രണ്ടും കൂടി ഉണ്ടല്ലോ, ആണെന്ന് കൊണ്ട് എന്നുള്ളത്. പിന്നെ എങ്ങനെ നമുക്ക് ശരിയാക്കി പറയാനാ? സ്നേഹിതനാണെന്ന് കൊണ്ട് ഫലമില്ലാന്നോ? സ്നേഹിതനാണെന്ന് പറയുന്നത് കൊണ്ട് സ്നേഹിതനാണെന്ന് പറയുന്നത് കൊണ്ട് ഫലമില്ല. അപ്പൊ പിന്നെ പറയുന്നത് കൊണ്ടിട്ടുണ്ടോ അവിടെ? സ്നേഹിതനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഫലമില്ല. ഇത് ശരിയാണ്. നിങ്ങൾക്ക് എന്താ ഇവിടെ എന്താ ഡൗട്ട്? സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് ഫലമില്ല. എന്താ കുഴപ്പത്തിന്? ഞാനൊന്നും കാണുന്നില്ല. ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു വാക്യത്തിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെന്ന് ആദ്യം തിരിച്ചറിയാം. അതായത് ഒരു വാക്യത്തില് നമുക്ക് ഇങ്ങനത്തെ ചോദ്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരം. ഒന്ന് മ്യൂട്ട് ചെയ്തേ പെട്ടെന്ന്, സമീത അതിക്രമിച്ചു പോകുന്നത്. വാക്യശുദ്ധി എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, എപ്പോഴും ഇത് മ്യൂട്ട് ചെയ്യാത്ത. ഓക്കെ, അപ്പോ ഈ പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്നതാണ് വാക്യശുദ്ധി എന്നൊരു ചോദ്യം. അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് വരണം, ഒരു വാക്യത്തിൽ എന്തൊക്കെ തെറ്റുകളാണ് കടന്നു വരുന്നത്. ഒന്നാമത്തെ ദോഷാണ് പദക്രമഭംഗം എന്ന് പറയുന്നത്. അതായത് ഒരു വാക്യത്തിലെ പദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്രമമുണ്ട്. ഏത് മിസ്സിൻ്റെതാ മൈക്കോണ്? ഒന്ന് പേര് പറയാവോ? ഷഫ്ന. ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം. ശ്രദ്ധിക്കണം ഒന്ന്.
ഓക്കെ. അപ്പോ ഈ ആദ്യത്തെ വരുന്നതാണ് പദക്രമഭംഗം. ഒന്നാമത്തത്, അതായത് നമ്മൾ ഒരു വാക്യം നോക്കുമ്പോൾ അതിനകത്ത് വാക്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ക്രമമുണ്ട്. ആ ക്രമമാണ് കർത്താവ്, കർമ്മം, ക്രിയ. ഇവിടെ ആഹ്ലാദകരമായി ഞങ്ങളെന്ന് കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം വരേണ്ടത് എന്താ? വ്യക്തിയുടെ, പ്രവൃത്തി ചെയ്യുന്ന ആളുടെ പേരായിരിക്കണം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കിഴക്ക് സൂര്യൻ ഉദിച്ചു, നമുക്ക് ആശയം വ്യക്തമാണ്, പക്ഷെ ആ വാക്യം തെറ്റാണ്. സൂര്യൻ കിഴക്ക് ഉദിച്ചു, കർത്താവ് ആദ്യം വരണം, ക്രിയ ലാസ്റ്റ് വരണം, കർമ്മം മധ്യത്തിൽ വരണം. ഇനി രണ്ടാമത്തത്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം പൗനരുക്തിയം അഥവാ പുനരുക്തി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പൗനരുക്തിയം അഥവാ പുനരുക്തി, ഒരേ ആശയം, ഒരേ അർത്ഥം തരുന്ന പദങ്ങള്, ഒരേ അർത്ഥത്തിലുള്ള പദങ്ങള് ആവർത്തിച്ച് വരുന്നത് മൂലമുണ്ടാകുന്ന ദോഷത്തെയാണ് പൗനരുക്തിയം അഥവാ പുനരുക്തി എന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള ആശയങ്ങൾ, ഒരേ അർത്ഥം തരുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താ, അവിടെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഈ വാക്യം ശരിയോ തെറ്റോ? അവിടെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റായിരുന്നു? ഏകദേശം ഏകദേശം അതുപോലെ 1000-ഓളം. ഒരേ ആശയം തരുന്ന, ഒരേ അർത്ഥം തരുന്ന പദങ്ങള് അവിടെ ആവർത്തിച്ച് വന്നത് കൊണ്ടുണ്ടാകുന്ന തെറ്റ്. അതാണ് പലപ്പോഴും കേട്ടിട്ട് പരീക്ഷയ്ക്ക് കണ്ടുവരുന്നത്. മൂന്നാമത്തെ ദോഷാണ് സമുച്ചയ ദോഷം. സമുച്ചയം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. ഇപ്പൊ നമ്മൾ കാണുന്ന രാമു ആദ്യവും പിന്നീട് രാജുവും എന്നൊക്കെ വന്നത്. അപ്പൊ നമുക്ക് ഒരു വാക്യം എഴുതുന്ന സമയത്ത് രണ്ട് പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യയമാണ് എന്ന് പറയുന്നത്, അല്ലെ? രണ്ടെണ്ണത്തിനെ വേർതിരിക്കാനാണെങ്കിൽ ഇവ കൃത്യമായിട്ട് ഒരു വാക്യത്തിൽ ചേർന്നിട്ടില്ലെങ്കിൽ വരുന്ന ദോഷമാണ് സമുച്ചയ ദോഷം. ഓ എന്ന പ്രത്യയം, കയ്യും കാലും, ഞാനും നീയും പോകും, ഞാനോ നീയോ ആരെങ്കിലും പോകും. അപ്പൊ ഇങ്ങനെ ഓ എന്ന് വന്നാൽ വേറെ, എന്ന് പറയുന്നത്, ഇവ രണ്ടും ഒരേപോലെ വാക്യത്തിൽ കൃത്യമായിട്ട് ചേരേണ്ടടുത്ത് ചേരണം, അല്ലെങ്കിൽ വരുന്ന ദോഷാണ് സമുച്ചയ ദോഷം. നാലാമത്തെ ദോഷമാണ് എന്ത്? ഗതിപ്രയോഗം കൊണ്ടുള്ള ദോഷം. ഇവിടെ നിങ്ങൾ പറഞ്ഞ ആവർത്തിച്ച് വരുന്നില്ലേ മിസ്സേ എന്ന് ചോദിച്ചിട്ടില്ലേ? അതെന്താന്നറിയോ? ഗതി എന്തൊക്കെയാണെന്നറിയോ? വച്ച്, കൊണ്ട്, നിന്ന്, തന്നെ, ഊടെ. വച്ച്, നിന്ന്, കൊണ്ട്, തന്നെ, ഊടെ, ഒരു. വച്ച്, നിന്ന്, കൊണ്ട്, തന്നെ, ഊടെ, ഒരു. ഇത്രയും പദങ്ങള് ഒരു വാക്യത്തിൽ ഒറ്റ മതി. ഒരാവശ്യമില്ലാണ്ട് ഇവ അധികം വന്നു കഴിഞ്ഞാലും ആ വാക്യം തെറ്റായിരിക്കും. വച്ച്, നിന്ന്, കൊണ്ട്, തന്നെ, ഊടെ, ഒരു, ഇങ്ങനെയുള്ള പദങ്ങള് ഒരു വാക്യത്തിൽ ഒറ്റ മതി. ഒന്നിലധികം വന്നാലും ആ വാക്യം എന്തായിരിക്കും? തെറ്റായിരിക്കും. ഓക്കെ. പിന്നെ അഞ്ചാമത് വരുന്ന ദോഷാണ് എന്ത്? സംഖ്യാശബ്ദം. നിങ്ങൾ ശ്രദ്ധിക്കാം, ഏതെങ്കിലും ഒരു ശബ്ദത്തിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യക്ക് ശേഷം എപ്പോഴും എന്തായിരിക്കണം? ഏകവചനം മാത്രമേ വരാവൂ. ബഹുവചനം വന്നാൽ ആ വാക്യം തെറ്റാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 5 പുസ്തകങ്ങൾ എന്ന് കണ്ടാൽ നിങ്ങൾ പറയണം അത് തെറ്റാണ്, 5 പുസ്തകം. 6 പേനകൾ എന്ന് കണ്ടാൽ അത് തെറ്റാണ്, 6 പേന. ഓക്കെ. 5 പുസ്തകം, 6 പേന, 5 മിഠായി എന്നിങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോ സംഖ്യാശബ്ദത്തിന് ശേഷം എല്ലായ്പ്പോഴും ഏകവചനം ആയിരിക്കണം. ബഹുവചനം വന്നാലും ആ വാക്യം തെറ്റാണ്. അപ്പൊ ഇത്രയും ദോഷങ്ങളാണ് പ്രധാനമായിട്ട് ഒരു വാക്യത്തിൽ ഉണ്ടാവുന്നത്. ഇതിനെ കൃത്യമായി മനസ്സിലാക്കിയാൽ ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് ഉത്തരം എഴുതാം. 1, പദങ്ങളുടെ സ്ഥാനം മറ. 2, റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തത് പദങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ ഉള്ള ദോഷം. നാലാമത്തത് സംഖ്യാശബ്ദത്തിന് ശേഷം എപ്പോഴും ഏകവചനമായിരിക്കണം. പിന്നെ അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇതുപോലെ എന്താ അഞ്ചാമത് നമ്മൾ പറഞ്ഞത്? പ്രയോഗം അല്ലെ? കൊണ്ട്, നിന്ന്, തന്നെ, ഊടെ, ഒരു, കൂടി, ഇതൊക്കെ ആവശ്യമില്ലാണ്ട് 2 എണ്ണം വന്നാലും ആ വാക്യം തെറ്റാണ്. ഇത്രയും പഠിച്ചാൽ വാക്യശുദ്ധി സിമ്പിൾ ആയിട്ട് ഉത്തരം എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തമ പുരുഷ സർവനാമം ഏത്? അവൾ, നീ, ഞാൻ, അദ്ദേഹം. പെട്ടെന്ന്. ഉത്തമ പുരുഷൻ ഞാനാണ്, അല്ലെ? നമുക്കറിയാം നമ്മളാണ് എപ്പോഴും ഉത്തമൻ, അല്ലെ? മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ
മറ്റുള്ളവരെക്കാളും ഉത്തമനായി നിൽക്കുന്നത് ആരാ? ഞാനാണ്. അപ്പൊ ഞാൻ തന്നെ ഞാൻ, ഞങ്ങൾ, നമ്മൾ, നാം, എന്റെ എന്ന് വരുന്നതെല്ലാം ഉത്തമ പുരുഷനാണ്. ഇനി മധ്യമൻ എന്ന് പറഞ്ഞാൽ ആരാ? കേൾക്കുന്ന ആള്. അത് തന്നെ, കേൾക്കുന്ന ആള്. നീ, നിങ്ങൾ, താൻ, താങ്കൾ തുടങ്ങിയവയൊക്കെ വരും. ഇനി പ്രഥമനാണെങ്കിലോ അവൻ, അവൾ, അത് തന്നെ. നമ്മൾ ഈ രണ്ടുപേരും കൂടെ ആരെ കുറിച്ച് പറയുന്നു? അവൻ, അവൾ, അവൻ, അവൾ, അവർ, അത് എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പ്രഥമൻ. അപ്പൊ മാറിപ്പോകരുത്. ഉത്തമൻ ഞാനാണ്, എപ്പോഴും ഉത്തമൻ ഞാൻ, എല്ലാവരിലും കേമൻ ഞാൻ തന്നെ, അല്ലെ? മധ്യമൻ എപ്പോഴും നീ തന്നെ, എന്നാൽ പ്രഥമൻ അവൻ തന്നെ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇപ്പൊ സന്ധിയുടെ ക്ലാസ് ഞാൻ നാളെ എടുക്കാം. അതുപോലെ സമാസം ഞാൻ എടുക്കാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏത്? പറ. കുറെ പരീക്ഷകളിൽ കണ്ടുവന്നൊരു ഭാഗമാണിത്. പറഞ്ഞേ. കണ്ടു. പോയി കണ്ടു. അത്രേ ഉള്ളൂ. പോയി കണ്ടു. അവിടെ നമുക്ക് പ്രത്യയങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്ന എന്താ? വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് വ്യാകരണം, പിന്നെ കുറച്ച് ശൈലികളുടെ ഭാഗം, പിന്നെ പെഡഗോജിക്ക് എങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും പേടിക്കുന്ന ടോപ്പിക്കാ, അല്ലെ? സന്ധി ആണെങ്കിലും സമാസം ഇതുപോലെ സിമ്പിളാ. സന്ധി, സമാസം, അതേപോലെ തന്നെ കുറച്ച് തദ്ധിതം, ഇങ്ങനെയുള്ള ഒരു 3 പ്രധാനപ്പെട്ട ടോപ്പിക്കും പിന്നെ അതിന്റെ കൂടെ കുറച്ച് പെഡഗോജിയുടെ ക്വസ്റ്റ്യൻ നോക്കിയാല് നമ്മുടെ മലയാളം, സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മലയാളം, സിമ്പിൾ ആണ്. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് താളം കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം, കുറച്ച് വരികള്, എഴുത്തുകാരെ വരി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള എളുപ്പ വഴി കൂടി ഞാൻ പറഞ്ഞുതരാം. പിന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ ഇതൊക്കെ ഓർത്തിട്ട് വരണം കേട്ടോ. ഇടയ്ക്ക് ഞാൻ സമയം ഉണ്ടെങ്കിൽ നാളെ ഇതുപോലെ 9 മണി 10 മണി ചിലപ്പോ 10:30 ഒക്കെ ആവും, കലാശക്കൊട്ട് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതിനുള്ള ഒരു പ്രിപ്പറേഷനിലൊക്കെ നാളെ വന്നിരിക്കാം. താങ്ക് യു. Thank you, sir.